പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സിവിൽ പോലീസ്, വിമൻ സിവിൽ പോലീസ് ഓഫീസറിൻ്റെയൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 210 മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് നിന്നുള്ള 20 മാർക്ക് ഇതിനകത്ത് നിന്ന് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. IPC, CRPC, NDPS ആക്ട്, അതുപോലെ തന്നെ IT ആക്ട് ഉൾപ്പെടെയുള്ള സകല സെക്ഷൻസിൽ നിന്ന് ഇതിനകത്ത് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മോഡൽ എക്സാം എഴുതുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ മോഡൽ എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് കൂടി പറയുക. ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കിയേ. സ്ത്രീധന മരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള IPCയുടെ വകുപ്പ് ഏതാണ്? സ്ത്രീധന മരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള IPCയുടെ വകുപ്പ് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ 4 സെക്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ശരിയുത്തരം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ് കേട്ടോ. ഓപ്ഷൻ C 304B ആണ് കേട്ടോ. 304B. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ചോദ്യങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം നിങ്ങളൊരു പേപ്പറും പേനയും എടുത്തു വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ്സുകളും വീഡിയോസും നോട്ടിഫിക്കേഷൻസും ഒക്കെ ലഭിക്കുന്നതിനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം അതാണ്, സ്ത്രീയെ മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യാണ്, അവളുടെ നേരെ നടത്തുന്ന കയ്യേറ്റമോ കുറ്റകരമായ ബലപ്രയോഗമോ ഏത് വകുപ്പ് പ്രകാരം കുറ്റകരമാണ്? ശ്രദ്ധിക്കുക, സ്ത്രീയെ മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി അവളുടെ നേരെ നടത്തുന്ന കയ്യേറ്റമോ കുറ്റകരമായ ബലപ്രയോഗമോ ഏത് വകുപ്പ് പ്രകാരം കുറ്റകരമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ A ആണ്. IPC സെക്ഷൻ 354 ആണ് അല്ലേ? IPC സെക്ഷൻ 354 ആണ്. ഓക്കെ, അടുത്ത നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, IPC സെക്ഷൻ 81 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? IPC സെക്ഷൻ 81 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഈ ഓപ്ഷൻ A ആണോ, ഓപ്ഷൻ B ആണോ, ഓപ്ഷൻ C ആണോ, അതോ ഓപ്ഷൻ D ആണോ എന്നുള്ള കാര്യം ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചേ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇതിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ A ആണ് അല്ലേ? നമ്മുടെ ജനറൽ എക്സെപ്ഷൻസിനകത്ത് വരുന്നതാണ് IPC സെക്ഷൻ 81. വലിയ കുറ്റം തടയുന്നതിന് വേണ്ടി ചെയ്യുന്ന ചെറിയ കുറ്റങ്ങളാണ് എന്ത് ചെയ്യുന്നത്, IPC സെക്ഷൻ 81 പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നാലാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത് എപ്പോഴാണ്? ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത് എപ്പോഴാണ്? ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചേ. ഇന്ത്യൻ പീനൽ കോഡ് എപ്പോഴാണ് നിലവിൽ വന്നത്? കിട്ടിയോ? സിമ്പിൾ ആണ് അല്ലേ? നമുക്കറിയാം ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. 1862 എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത നാലാമത്തെ ചോദ്യം കഴിഞ്ഞു. അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ്, പ്രസ്താവനയാണത്. ശ്രദ്ധിക്കുക, പ്രസ്താവന വായിച്ചു നോക്കുക. IPC സെക്ഷൻ 376 വകുപ്പിൽ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. IPC സെക്ഷൻ 354D പൂവാല ശല്യം അല്ലെങ്കിൽ സ്റ്റോക്കിങ്ങിനെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്നു. IPC സെക്ഷൻ 269 പ്രകാരം ജീവന് അപായകരമായ രോഗത്തെ പകർച്ച വ്യാപിപ്പിക്കാനിടയുള്ള ഉപേക്ഷപൂർവമായ പ്രവൃത്തിക്ക് 6 വർഷത്തോളം തടവ് ശിക്ഷയ്ക്കും പിഴശിക്ഷയ്ക്കും അല്ലെങ്കിൽ രണ്ടും കൂടി അർഹനാവുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ IPC സെക്ഷൻ 328 വിഷവസ്തു ഉപയോഗിച്ചുള്ള കൊലപാതകത്തിനെയും അതിന്റെ ശിക്ഷയെയും കുറിച്ച് പറയുന്നു. അപ്പോൾ താഴെ തന്നിരിക്കുന്നവരിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ് എന്നൊന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ആ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വായിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന്റെ ഉത്തരത്തിലേക്ക് കിടക്കുന്നു. ഇതിൽ ഏതൊക്കെയാണ് ശരി ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചേ. നോക്കാം നമുക്ക്. ഈ പറയുന്നവയിൽ ഒന്ന് ശരിയാണല്ലേ? ഒന്ന് ശരിയാണ്. IPC സെക്ഷൻ 376 വകുപ്പിലെ ബലാത്സംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന പോയിന്റ് എന്ത് തന്നെയാണ്? ശരി ഉത്തരം തന്നെയാണ്. IPC സെക്ഷൻ 384D എന്ന് പറയുന്നത് പൂവാല ശല്യം അല്ലെങ്കിൽ സ്റ്റോക്കിങ്ങിനെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്ന പോയിന്റും കറക്റ്റ് തന്നെയാണ്. പക്ഷെ മൂന്നാമത്തേതിൽ എന്താണ്, ജീവൻ അപായകരമായ രോഗത്തിനുള്ള പകർച്ച വ്യാപിപ്പിക്കുന്നതിനിടെയുള്ള ഉപേക്ഷപൂർവമായ പ്രവൃത്തിക്ക് 6 വർഷത്തോളം തടവെന്ന് പറയുന്ന പോയിന്റാണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത് അല്ലേ? അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റും കറക്റ്റ് തന്നെയാണ്. 328 വിഷവസ്തു ഉപയോഗിച്ചുള്ള കൊലപാതകത്തെ കുറിച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പ്രതിപാദിക്കുന്നത്. 1, 3, 4 എന്നീ പോയിന്റുകളാണ് ഇതിനകത്ത് ശരിയായിട്ട് വരേണ്ടത്. ഓപ്ഷൻ C ആണ് ഇതിന്റെ ശരി ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ. നമ്മുടെ ആറാമത്തെ ചോദ്യമാണ്, പൊതുശല്യം അല്ലെങ്കിൽ പബ്ലിക് ന്യൂയിസൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? പൊതുശല്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ഒന്ന് കമന്റ് ആയിട്ട് പറയാനായിട്ട് ശ്രമിച്ചേ, ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചേ. ഈ പറയുന്നതിൽ പൊതുശല്യം അല്ലെങ്കിൽ പബ്ലിക് ന്യൂയിസൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വകുപ്പ് ഏതാണ്?
നമുക്കറിയാം, വളരെ സിമ്പിൾ ആയിട്ട് അറിയാം, ഇതിന്റെ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ്, 268 ആണ് കേട്ടോ, 268 ആണ്. ഓക്കെ, അടുത്ത 7ാമത്തെ ചോദ്യമാണ്, ഒരു വലിയ കുറ്റം തടയുന്നതിന് വേണ്ടി ഒരു ചെറിയ കുറ്റം ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഏതാണെന്നാണ് പറയുന്നത്. ഒരു വലിയ കുറ്റം തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കുറ്റം ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് ഏത് IPC സെക്ഷനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. ഇത് നമ്മൾ പഠിച്ചതാണ്, ജനറൽ എക്സെപ്ഷൻസിനകത്ത് വരുന്നൊരു ചോദ്യമാണ്. 7ാമത്തെ ചോദ്യത്തിന് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. ഇതേ ചോദ്യം മറ്റൊരു രീതിയിലാണ് മുകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. IPC സെക്ഷൻ 81 ആണ് അല്ലെ. IPC സെക്ഷൻ 81 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ 8ാമത്തെ ചോദ്യമാണ്, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്താണ് അയാൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയോ ഒരു സ്ത്രീ സ്വകാര്യമായി ചെയ്യുന്ന പ്രവൃത്തിയെ വീക്ഷിക്കുകയോ ചിത്രങ്ങൾ പകർത്തുകയോ ചെയ്ത് അവ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്താണ് മറ്റെന്തെങ്കിലും ചെയ്യുന്നത് കുറ്റകരമാണ് എന്ന് പ്രതിപാദിക്കുന്ന IPCയിലെ വകുപ്പ് ഏതാണ്? എന്താണ്, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റൊരു വ്യക്തി എന്ത് ചെയ്യാണ്, ഒരു സ്ത്രീ സ്വകാര്യമായി ചെയ്യുന്ന പ്രവൃത്തി എന്ത് ചെയ്യാണ്, വീക്ഷിക്കുകയോ അതിന് ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. നമ്മുടെ 8ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം എന്താണ് വരേണ്ടത്? ഓപ്ഷൻ സി ആണ് അല്ലെ. ഓക്കെ, ശരി ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഓപ്ഷൻ സി ആണ്. 354C ആണ് ഉത്തരം കേട്ടോ. 354C ആണ് ഈ ഒരു കാര്യം. ഒരു പെൺകുട്ടി ഏർപ്പെട്ടിരിക്കുന്ന സ്വകാര്യ പ്രവൃത്തികൾ എന്ത് ചെയ്യാണ്, നിരീക്ഷിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 354C പ്രകാരമാണ് കുറ്റം. ഓക്കെ, അടുത്ത നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. IPC സെക്ഷൻ 352 പ്രകാരം കുറ്റം ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്തെന്നാണ് ചോദ്യം. 325 ആണ്. അപ്പോൾ IPC സെക്ഷൻ 325 ആണ്. 325 പ്രകാരം കുറ്റം ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ശിക്ഷ ഏതെന്നാണ് നമ്മളോട് 9ാമത്തെ ചോദ്യത്തിനകത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 9ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇതിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. 7 വർഷം വരെ തടവും കൂടാതെ പിഴ ശിക്ഷയുമാണ്. ഓക്കെ, അടുത്ത നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഏതെങ്കിലും ഒരു ജലസ്രോതസ് മലിനമാക്കിയാൽ അതിന്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്ന IPC സെക്ഷൻ ഏതെന്നാണ് ചോദ്യം. ഏതെങ്കിലും ഒരു ജലസ്രോതസ് മലിനമാക്കിയാൽ അതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPCയിലെ വകുപ്പ് ഏതെന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. 10ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. ഏതെങ്കിലും ഒരു ജലസ്രോതസ് മലിനമാക്കിയാലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത് ഏത് വകുപ്പിലാണ്? ഓക്കെ, അപ്പോൾ ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 277 ആണ് അല്ലെ. 277 ആണ് പൊതുജല സ്രോതസ് മലിനമാക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്നത്. അടുത്ത 11ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ജീവന് അപായകരമായ രോഗത്തിന്റെ പകർച്ച വ്യാപിപ്പിക്കാൻ ഇടയുള്ള അറിഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ വിദ്വേഷപൂർവമായിട്ടുള്ള കൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ജീവന് അപായകരമായ രോഗത്തിന്റെ പകർച്ച വ്യാപിപ്പിക്കാൻ ഇടയുള്ള വിദ്വേഷപൂർവമുള്ള കൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ശരി ഉത്തരം ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. 11ാമത്തെ ചോദ്യമാണേ. ഓക്കെ, ഈ ഒരു ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഏതാണ്? IPC സെക്ഷൻ 270 ആണ് അല്ലെ. 270 ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 12ാമത്തെ ചോദ്യം ഇതാണ്. IPC സെക്ഷൻ 268മായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. 268 ആണ്. 268 എന്താണെന്നൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 268 12 എന്താണ്? 268 വരുന്നത് പൊതുനിരത്തിലൂടെ തെരുവുകളിലൂടെയും പടക്കം പൊട്ടിക്കുന്നതിനകത്ത് വരുന്നുണ്ട്. നിയമവിരുദ്ധമായ മദ്യശാലകൾ 268 വരുന്നുണ്ട്. വേശ്യാലയങ്ങൾ 268 വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ശരി ഉത്തരം. എന്താണ്? മുകളിൽ പറഞ്ഞവ എല്ലാമാണ് അല്ലെ. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവം? 268 ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് എന്താണ് പൊതുജനശല്യം? ഒന്ന് നോക്കിയേ. പൊതുനിരത്തിലൂടെയും തെരുവുകളിലൂടെയും പടക്കം പൊട്ടിക്കുന്നത് ഇതിനകത്ത് വരുന്നുണ്ട്. 268 വരുന്നുണ്ട്. അതുപോലെ തന്നെ നിയമവിരുദ്ധമായ മദ്യശാലകൾ അതിനകത്ത് വരുന്നുണ്ട്. വേശ്യാലയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? 268 റിലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം 268 ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് എന്നെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം. IPC സെക്ഷനിലെ അധ്യായം 14 പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? IPC സെക്ഷൻ 14 ആണ്. IPC സെക്ഷൻ 14 പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചെന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. അപ്പൊ അതിന്റെ ശരി ഉത്തരം ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. IPCയിലെ അധ്യായം 14 പ്രതിപാദിക്കുന്നത് എന്താണ്? ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇതിനകത്ത് വരുന്നത് എന്ത് വരുന്നുണ്ട്? 14 ധാർമ്മികത വരുന്നുണ്ട്. അപ്പൊ ഉത്തരം കിട്ടിയല്ലോ. ധാർമ്മികത വരുന്നുണ്ട്, സുരക്ഷ വരുന്നുണ്ട്, പൊതുജന ആരോഗ്യം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാം വരുന്നുണ്ട്. മുകളിൽ പറഞ്ഞവയെല്ലാം ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ശരി ഉത്തരം. ക്ലിയർ അല്ലേ?
അപ്പോൾ 14 IPC സെക്ഷൻ 14-നകത്താണ് എന്ത് ചെയ്യുന്നത്, പൊതുജനാരോഗ്യം, സുരക്ഷ, ധാർമ്മികതയെ കുറിച്ച് പറയുന്നത് IPC സെക്ഷൻ 14-നകത്താണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 14-ാമത്തെ ചോദ്യമാണ്, വ്യാജ സർക്കാർ മുദ്രപത്രം ഉണ്ടാക്കുന്നത് IPC സെക്ഷൻ ഏത് പ്രകാരം ശിക്ഷാർഹമാണ്? ശ്രദ്ധിക്കുക, വ്യാജ മുദ്രപത്രം ഉണ്ടാക്കുന്നത് ഏത് വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണെന്നാണ് നമ്മുടെ 14-ാമത്തെ ചോദ്യം. ഒന്ന് നോക്കിയേ, വ്യാജ മുദ്രപത്രം ഏതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു? 255 ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 255 ആണ്. അപ്പൊ വ്യാജ മുദ്രപത്രമൊക്കെ ഉണ്ടാക്കുന്നത് IPC സെക്ഷൻ 255 പ്രകാരം ശിക്ഷാർഹമാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നമ്മുടെ 15-ാമത്തെ ചോദ്യം, ജീവന് അപായകരമായ രോഗത്തിന്റെ പകർച്ച വ്യാപിപ്പിക്കാനിടയുള്ള അശ്രദ്ധയോ അല്ലെങ്കിൽ ഉപേക്ഷപൂർവമായിട്ടുള്ള കൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് IPC സെക്ഷനിലാണ്? അശ്രദ്ധമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, 270-നകത്ത് പറയുന്നത് എന്താണ്, അറിഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ വിദ്വേഷപൂർവ്വമായിട്ടുള്ള കാര്യമാണെങ്കിൽ 270 ആണ്. എന്നാൽ അശ്രദ്ധയാലുള്ള അല്ലെങ്കിൽ ഉപേക്ഷപൂർവ്വമുള്ള കൃത്യം എന്താണ്, ജീവൻ അപായകരമായ രോഗത്തിന്റെ പകർച്ച വ്യാപിപ്പിക്കാനിടയുള്ള അശ്രദ്ധപൂർവ്വം അല്ലെങ്കിൽ ഉപേക്ഷപൂർവ്വമായിട്ടുള്ള കൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് IPC-യിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 15-ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നിങ്ങൾക്ക് കിട്ടിയതെന്ന് പ്രതീക്ഷിക്കുന്നു. അത് 269 ആണ് അല്ലെ. IPC 269 ആണ്. അശ്രദ്ധമായിട്ടുള്ളതാണെങ്കിൽ അത് 269, അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിദ്വേഷപൂർവ്വമായിട്ടുള്ളതാണെങ്കിൽ അത് 270-മാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ 16-ാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിക്കുക, ചില കുറ്റകൃത്യങ്ങളുടെ ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് ഏത് IPC സെക്ഷൻ പ്രകാരമാണ് ശിക്ഷാർഹമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്? എന്താണ് ചോദ്യം? ചില കുറ്റകൃത്യങ്ങളുടെ ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത് ഏത് IPCയുടെ സെക്ഷൻ പ്രകാരമാണ് ശിക്ഷാർഹമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഒന്ന് പറഞ്ഞേ, ഇരകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല അല്ലെങ്കിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയാൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് IPC സെക്ഷനിലാണ്? കിട്ടിയോ? ഇതിന് IPC സെക്ഷൻ 228A വകുപ്പാണ് അല്ലെ. 228A വകുപ്പാണ്. IPC സെക്ഷൻ 228A വകുപ്പാണ്. ഓക്കെ. അടുത്ത ചോദ്യം നമ്മുടെ 17-ാമത്തെ ചോദ്യമാണ്, IPC സെക്ഷൻ 9A അധ്യായം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? IPC സെക്ഷനിലെ 9A അധ്യായം എന്തുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളെ ഉൾക്കൊള്ളുന്നു എന്നാണ് 17-ാമത്തെ ചോദ്യം. 9A ഒന്ന് പറഞ്ഞേ. 17-ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഒന്ന് പറഞ്ഞേ. കിട്ടിയോ? അപ്പോൾ ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇതിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? തിരഞ്ഞെടുപ്പ് അവകാശങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ അല്ലെ. അപ്പോൾ 9A-ക്കകത്ത് പറയുന്നത് തിരഞ്ഞെടുപ്പ് അവകാശങ്ങൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ പലതും റയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് അല്ലെങ്കിൽ നല്ല മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് പഠിച്ചിട്ട് പോകുക കേട്ടോ. അടുത്ത 18-ാമത്തെ ചോദ്യമാണ്, ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പ് അവകാശം IPC ഡാഷിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പ് അവകാശം IPCയിൽ ഏത് വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? തിരഞ്ഞെടുപ്പ് അവകാശമാണ്. ഒന്ന് പറഞ്ഞേ, ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പ് അവകാശം IPCയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? തിരഞ്ഞെടുപ്പ് അവകാശമൊക്കെ വരുന്നത് IPCയിലെ സെക്ഷൻ ഏതിലാണ്? 171A-യിലാണ് കേട്ടോ. അപ്പോൾ ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പ് അവകാശമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 171A-യിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ ഇതേ ചോദ്യങ്ങൾ തന്നെ നമുക്ക് സബ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷയ്ക്കും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ 19-ാമത്തെ ചോദ്യം ഇതാണ്, IPCയുടെ 186-ാം വകുപ്പ് ഇനി പറയുന്നവയിൽ ഏതിന്റെ കുറ്റമാണ് കൈകാര്യം ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, IPCയുടെ 186-ാം വകുപ്പ് ഇനി പറയുന്നവയിൽ ഏത് കുറ്റമാണ് കൈകാര്യം ചെയ്യുന്നത്? പറഞ്ഞേ, 186 ഏത് കുറ്റമാണ് ഇതിൽ പറയുന്നവയിൽ കൈകാര്യം ചെയ്യുന്നത്? 19-ാമത്തെ ചോദ്യമാണേ. കിട്ടിയോ? ഇതില് എന്താണ്? ഓപ്ഷൻ ബി ആണ്. പൊതുപ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ പൊതുപ്രവർത്തകനെ തടസ്സപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പൊ 186-ൽ പറയുന്നത് എന്താണ്? പൊതുപ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ പൊതുപ്രവർത്തകനെ തടസ്സപ്പെടുത്തുന്നതാണ് 186. അടുത്ത ചോദ്യം 20-ാമത്തെ ചോദ്യമാണ്, മതം, വംശം, ജന്മസ്ഥലം മുതലായവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നത് IPCയിലെ എത്രാം വകുപ്പ് പ്രകാരം കുറ്റകൃത്യമാണ്? ശ്രദ്ധിക്കുക, മതം, വംശം, ജന്മസ്ഥലം മുതലായവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നത് IPCയിലെ എത്രാം വകുപ്പ് പ്രകാരം കുറ്റകൃത്യമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ 20-ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചേ. കിട്ടിയോ? ഏതാണ്? 183A ആണ് കേട്ടോ. 183A ആണ്. മതം, വംശം, സ്ഥലം അതുപോലെ തന്നെ മുതലായവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നത് IPCയിലെ 183A പ്രകാരം കുറ്റകരമാണെന്ന് അറിഞ്ഞിരിക്കുക. 21-ാമത്തെ ചോദ്യം, IPC സെക്ഷൻ 124A-യിൽ കൈകാര്യം ചെയ്യുന്നത് എന്താണ്? 124A-യിലാണ്. IPC സെക്ഷൻ 124A-യിൽ കൈകാര്യം ചെയ്യുന്നത് എന്ത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 21-ാമത്തെ ചോദ്യമാണ്. ഓക്കെ. അപ്പോൾ 21-ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം എന്താണ്? IPC സെക്ഷൻ 124A-യിൽ കൈകാര്യം ചെയ്യുന്നത് എന്താണ്?
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ശരി ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതിൽ വരുന്നത് രാജ്യദ്രോഹത്തെക്കുറിച്ചാണ് കേട്ടോ. ശ്രദ്ധിക്കണം, 124A പറയുന്നത് രാജ്യദ്രോഹം. 124A എന്താണ്? രാജ്യദ്രോഹമാണ്. ഓക്കെ, അടുത്ത 22ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാര്യം നമ്മൾ 10-200 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ് ആവും. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്കായിട്ടും കമൻറ്റുകളായിട്ടും ഒക്കെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ IPC സെക്ഷനിലെ IPC 1860 ഏത് ഗവൺമെന്റിനെതിരായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, IPC 1860 ഏത് ഗവൺമെന്റിനെതിരായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു? പറഞ്ഞേ, ഗവൺമെന്റിനെതിരായ കുറ്റകൃത്യങ്ങൾ ഏതിനകത്താണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഏത് അധ്യായത്തിനകത്താണ്? കിട്ടിയോ? ഓപ്ഷൻ സി ആണ്, അധ്യായം 6 ആണ് കേട്ടോ. അധ്യായം 6 കേട്ടോ. IPC 1860 IPC സെക്ഷനിലെ അധ്യായം 6 ഗവൺമെന്റിനെതിരായ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതിനകത്താണ്? അധ്യായം 6 ഗവൺമെന്റിനെതിരായ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുന്നത് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. 23ാമത്തെ ചോദ്യം, സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? മരണം സംഭവിക്കുന്നതിന് വിവാഹം കഴിഞ്ഞ 7 വർഷത്തിനുള്ളിലായിരിക്കണം. IPC വകുപ്പിലെ 304B ആണ് സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ പറയുന്ന ഈ 2 സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ശരിയായ സ്റ്റേറ്റ്മെന്റും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആ ഒരു രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ 23ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചേ. നമുക്കറിയാം, മരണം സംഭവിച്ചിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിലാണെങ്കിൽ അത് സ്ത്രീധന മരണം ആവത്തുള്ളൂ. കൂടാതെ IPC വകുപ്പ് 304B തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സ്ത്രീധന മരണവുമായി ബന്ധപ്പെട്ടത്. രണ്ടും ശരി തന്നെയാണ് അല്ലേ? രണ്ടും ശരി തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ 24ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സെക്ഷൻ 378 IPC ഉണ്ട്, IPC 390 ഉണ്ട്, 383 ഉണ്ട്, അതുപോലെ 391 ഉണ്ട്. എക്സോഷൻ, ഡൈക്കോട്ടി, റോബറി, തെഫ്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് തമ്മിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. 24ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. നമുക്കറിയാം, ഓക്കെ, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയല്ലോ. ഞാൻ പറയട്ടോ, ഉത്തരം കിട്ടിയല്ലോ. ഇതിൽ IPC 378 എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? തെഫ്റ്റ് ആണ് അല്ലേ? തെഫ്റ്റ്, മോഷണമാണ് IPC 378. എന്നാൽ IPC 390 എന്താണെന്ന് അറിയാമോ? IPC 390 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അറിയാമോ? 390 അത് റോബറിയാണ്, കവർച്ചയാണ് അല്ലേ? റോബറി, കവർച്ചയാണ് 390. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IPC 383 എന്താണെന്ന് അറിയാമോ? 383 അത് എക്സോഷൻ ആണല്ലേ? എക്സോഷൻ ആണല്ലേ? ആളപഹരണം, എക്സോഷൻ ആണല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ 391 എന്താണ്? 391 അതാണ് ഡൈക്കോട്ടി അല്ലേ? ഡൈക്കോട്ടി. ഓക്കെ, അപ്പോൾ 378 ആണെങ്കിൽ അത് തെഫ്റ്റ് ആണ്, 390 ആണെങ്കിൽ അതെന്താണ്? റോബറി ആണ്. എന്നാൽ 383 ആണെങ്കിൽ അതെന്താണ്? 383 അത് എക്സോഷൻ ആണ്. 391 ആണെങ്കിൽ അത് ഡൈക്കോട്ടി ആണ് അല്ലേ? ഡൈക്കോട്ടി ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഇതിൽ ഓപ്ഷൻ എ ആണ് കേട്ടോ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത 25ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 25 ഇതാണ്. IPCയുടെ 43ാം വകുപ്പ് വിശദീകരിക്കുന്ന ഭാഗം ഏതാണ്? ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, IPCയിലെ 43ാം വകുപ്പ് വിശദീകരിക്കുന്ന വാചകം ഏതാണ്? ഒന്ന് വായിച്ചു നോക്കിയേ. 43ാം വകുപ്പിൽ വിശദീകരിക്കുന്ന വാചകം ഏതാണ്? IPCയുടെ 43ാം വകുപ്പിൽ വിശദീകരിക്കുന്ന വാചകം ഏതാണ്? കിട്ടിയോ? ഏതാണ്? എല്ലാം കുറ്റകരമാണ് അല്ലെങ്കിൽ നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു കേട്ടോ. ഈ ഒരു രീതിയാണ് അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. IPCയുടെ 43ാം വകുപ്പിൽ വിശദീകരിച്ചിരിക്കുന്ന വാചകമാണ് എല്ലാം കുറ്റകരമാണ് അല്ലെങ്കിൽ നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് IPCയുടെ 43ാം വകുപ്പിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നല്ല ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും. പക്ഷെ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കേട്ടിരിക്കുക കേട്ടോ. നിങ്ങളൊന്ന് കേട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ദോഷമൊന്നും വരാനായിട്ട് പോകുന്നില്ല. കിട്ടുന്ന മാർക്ക് നിങ്ങളുടെ മാർക്കാണ്, ബാക്കി കിട്ടുന്ന മാർക്ക് നിങ്ങളുടെ ബോണസ് മാർക്കാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും 26ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. IPC സെക്ഷൻ പ്രകാരം, IPCയിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് കപടാനുകരണം നടത്തുക എന്നത് ഈ ഒരു കാര്യം മറ്റൊരു കാര്യത്തോട് സാമ്യപ്പെടുത്തുക എന്നതെന്ന് നിർവഹിച്ചിരിക്കുന്നത്? കപടാനുകരണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള IPC സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 26ാമത്തെ ചോദ്യമാണ്. കിട്ടിയോ? ഏതാണ്? അത് വകുപ്പ് 28 ആണ് കേട്ടോ. വകുപ്പ് 28 ആണ്. കപടാനുകരണവുമായി അല്ലെങ്കിൽ കപടാനുകരണം നടത്തുക എന്നത് മറ്റൊരു കാര്യത്തോട് സാമ്യപ്പെടുത്തുക എന്ന് നിർവചിച്ചിരിക്കുന്നത് വകുപ്പ് 28-നകത്താണെന്ന് അറിഞ്ഞിരിക്കുക. വകുപ്പ് 28-നകത്താണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം വായിച്ച ശേഷം അതിന്റെ ശരി ഉത്തരം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല എന്ന് പറയുന്നത് IPC 82-ലാണെന്ന് പറയുന്നുണ്ട്. ചിത്തഭ്രമമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല എന്ന് പറയുന്നത് IPC 84-നകത്താണെന്ന് പറയുന്നുണ്ട്.
ഒരു ഡോക്ടർ ഒരു രോഗിയുടെ സമ്മതത്തോടെ നല്ല ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ശസ്ത്രക്രിയയിലൂടെ രോഗി മരിച്ചാൽ ആ ഡോക്ടറെ കുറ്റക്കാരനായി കണക്കാക്കാൻ കഴിയില്ല എന്ന് IPC 85 പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 27ാം ചോദ്യത്തിന്റെ ശരി ഉത്തരം ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചേ. ഇതില് ശരിയല്ലാത്ത എന്ന് ചോദിച്ചാൽ 3 മാത്രമാണ് കേട്ടോ. 3 മാത്രമാണ് ഇതിൽ ശരിയല്ലാത്തത്. അപ്പോൾ ഇതിൽ ശരിയായത് ഏതൊക്കെയാണ്? 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല എന്ന് പറയുന്നതും, ചിത്തഭ്രമത്തിലൂടെയുള്ള ഒരു വ്യക്തി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല എന്ന് പറയുന്ന പോയിന്റുമാണ് ഇതിനകത്ത് ശരിയായത്. ഡോക്ടറിന്റെ കാര്യം പറയുന്ന IPC സെക്ഷൻ ഇതിനകത്ത് തെറ്റാണ് കേട്ടോ. അപ്പോൾ 3 മാത്രമാണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 3 മാത്രമാണ് തെറ്റ്. ഓക്കെ. 28ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയെ IPCയുടെ ഫലത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയെ IPCയുടെ ഫലത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത് ഏത് ആർട്ടിക്കിൾ പ്രകാരം എന്നാണ് നമ്മുടെ 28ാമത്തെ ചോദ്യം. അതിന്റെ ശരി ഉത്തരം അറിയാമോ? ഇതൊക്കെ റെയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇന്ത്യൻ രാഷ്ട്രപതിയെ IPCയുടെ ഫലത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത് ഏത് ആർട്ടിക്കിൾ പ്രകാരം എന്നാണ് നമ്മുടെ 28ാമത്തെ ചോദ്യം. അപ്പോൾ ശരി ഉത്തരം എന്ന് പറയാനായിട്ട് ശ്രമിച്ച 28ന്റെ ഏതാണ്? 361-ൽ 1 കേട്ടോ. 361-ൽ 1 ആണ് ഇന്ത്യൻ രാഷ്ട്രപതിയെ IPCയുടെ ഫലത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത് 361-ലെ 1ാമത്തെ ക്ലോസ് പ്രകാരമാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത നമുക്ക് 29ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇതെന്ത് ചെയ്യുക? ചേരുംപടി ചേർക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പൊതുജന ശല്യത്തിനുള്ള ശിക്ഷ ഇതിനകത്ത് പറയുന്നുണ്ട്, കൊലപാതകത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സ്ത്രീധന മരണം പറയുന്നുണ്ട്, ആൾമോഷണം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാന്നുള്ള 1-2 ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? കൊലപാതകം നമുക്കറിയാം, IPC 300 ആണെന്ന് അറിയാം. സ്ത്രീധന മരണം ഏതാണെന്ന് അറിയാം. സ്ത്രീധന മരണത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, 304B ആണെന്ന് നമുക്കറിയാം. പിന്നെയുള്ളത് ആൾമോഷണം അല്ലെങ്കിൽ കിഡ്നാപ്പിങ്ങും അതുപോലെ തന്നെ പൊതുജന ശല്യവും. പൊതുജന ശല്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. പൊതുജന ശല്യം വരുന്ന IPC 268 ആണ്. അപ്പോൾ പിന്നെ ആൾമോഷണം ഏതാണ്? 359 ആണ് അല്ലേ. ഈ ഒരു രീതിയിലാണ് മാർക്ക് ചെയ്യേണ്ടത്. പബ്ലിക് ന്യൂസൻസിനെ കുറിച്ച് പറയുന്ന 268-നകത്താണ്. കൊലപാതകത്തെ കുറിച്ച് പറയുന്നത് 300-നകത്താണ്. സ്ത്രീധന മരണം അല്ലെങ്കിൽ ഡൗറി ഡെത്തിനെ കുറിച്ച് പറയുന്നത് 304B-ക്കകത്താണ്. ആൾമോഷണം അല്ലെങ്കിൽ കിഡ്നാപ്പിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 359-നാണ്. അപ്പോൾ 29ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഈ പറയുന്നവയിൽ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അത് നിങ്ങൾ നോക്കണം. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ മാത്രം നിങ്ങൾ ശ്രമിച്ചാൽ മതി. അടുത്ത 30ാമത്തെ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കുക. പൂവാല ശല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC വകുപ്പ് ഏതാണ്? പൂവാല ശല്യം അറിയാമോ? പൂവാല ശല്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC വകുപ്പ് ഏതാണ്? 30ാമത്തെ ചോദ്യമാണേ. ഏതാണ്? കിട്ടിയല്ലോ. 354D ആണ് അല്ലെ. 354D ആണ്. നമ്മൾ എന്താണ്, പൂവാലന്മാര് പെമ്പിളരെ പുറകെ ഡി എന്ന് വിളിച്ചല്ലേ പോകുന്നത്. അപ്പോൾ പൂവാല ശല്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 354D-ക്കകത്താണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം 31ാമത്തെ ചോദ്യമാണ്. ശബ്ദം മൂലം ഉണ്ടാകുന്ന ശല്യം നിയന്ത്രിച്ചുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് അധികാരം നൽകുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? ശബ്ദം മൂലമുണ്ടാകുന്ന ശല്യം നിയന്ത്രിക്കാനായിട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് അധികാരം നൽകുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതെന്നാണ് 31ാമത്തെ ചോദ്യം. ഏതാണ് ആ സെക്ഷൻ അറിയാമോ? നമ്മുടെ കോളാമ്പിയുടെ ഒക്കെ ഒരു രൂപത്തിലെ മൈക്കൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ആ കോളാമ്പിയുടെ രൂപമൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു രീതിയാണ് അല്ലേ. 77 പോലെയല്ലേ ഇരിക്കുന്നത്. നമ്മുടെ മൈക്കിന്റെ ഒക്കെ കോളാമ്പി ഇരിക്കുന്നുണ്ടല്ലേ, 77 പോലെയല്ലേ. അപ്പോൾ 77 ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 77 ആണ്. ഓക്കെ. അടുത്തത് 32ാമത്തെ ചോദ്യം. നിയമപരമായ ഏതെങ്കിലും ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടിയല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥൻ ആർക്കെങ്കിലും എതിരായ ബലപ്രയോഗം നടത്താനോ ബലപ്രയോഗം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? നിയമപരമായ ഏതെങ്കിലും ഉദ്ദേശം നിറവേറ്റുന്നതിന് വേണ്ടിയല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥൻ ആർക്കെങ്കിലും എതിരെ ബലപ്രയോഗം നടത്തുവാനോ ബലപ്രയോഗം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്ന് പറയുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 4 സെക്ഷൻസിനകത്ത് നിന്ന് ഏതാണ് അങ്ങനെ പറയുന്നത് അറിയാമോ? അപ്പോൾ നിങ്ങൾക്ക് ശരി ഉത്തരം കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 32ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. 29-ൽ ക്ലോസ് 2 ആണ് അല്ലേ. അപ്പോൾ കേരള പോലീസ് ആക്ടിലെ 29-ൽ 2 ആണെന്ന് പറയുന്നത് നിയമം അല്ലെങ്കിൽ നമ്മുടെ ഒരു അത്യാവശ്യം വേണ്ടി അല്ലാതെ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിർവഹിക്കുന്നതിന് വേണ്ടി അല്ലാതെ ആർക്കെതിരെയും ബലപ്രയോഗം നടത്താനോ ബലപ്രയോഗം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്ന് പറയുന്നത് 29-ൽ 2-ലാണ്. ഓക്കെ. അടുത്ത 33ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. കേരള പോലീസ് ആക്ട് 2021 പ്രകാരം പോലീസിന്റെ ചുമതലകൾ പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? പോലീസിന്റെ ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതെന്നാണ് 33ാമത്തെ ചോദ്യം. 33ന്റെ ശരി ഉത്തരം നിങ്ങൾക്ക് കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കേരള പോലീസ് ആക്ട് 2011 പ്രകാരം പോലീസിന്റെ ചുമതലകളെ കുറിച്ച് പറയുന്ന ഏതിനകത്താണ്? ഏത് സെക്ഷനകത്താണ് പറഞ്ഞേ? സെക്ഷൻ 4-നകത്താണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. ഓക്കെ. അടുത്ത 34ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം.
ഏതൊരു സ്ഥലത്ത് വെച്ച് സ്ത്രീയുടെ ന്യായമായോ അല്ലെങ്കിൽ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്ന ഏതൊരു രീതിയിലുള്ള ഫോട്ടോയോ വീഡിയോയോ എടുക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് എന്താണ് കേരള പോലീസ് ആക്ടിലെ ശിക്ഷ എന്നതാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഏതൊരു സ്ഥലത്ത് വെച്ചായാലും സ്ത്രീകളുടെ ന്യായമായ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ ഫോട്ടോയോ വീഡിയോയോ എടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്താലുള്ള കേരള പോലീസ് ആക്ടിലെ ശിക്ഷാ നടപടി ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പറഞ്ഞ 34ാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം. ഇതിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 3 വർഷം വരെ തടവോ 10,000 രൂപയിൽ കവിയാത്ത പിഴയുമാണ് കേട്ടോ. 3 വർഷം വരെ തടവും അല്ലെങ്കിൽ 10,000 രൂപയിൽ കവിയാത്ത പിഴയുമാണ് ഇങ്ങനെ ചെയ്താൽ കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത്. അടുത്ത 35ാമത്തെ ചോദ്യം ഇതാണ്. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 120 പ്രകാരം ഒരു വാഹനത്തിന്റെ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ സാധനം തള്ളി നിൽക്കുന്നതിനുള്ള പരമാവധി ദൂരം എത്രയാണ്? കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 120 പ്രകാരം ഒരു വാഹനത്തിന്റെ മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ തള്ളി നിൽക്കാവുന്ന സാധനങ്ങൾ തള്ളി നിൽക്കാവുന്ന പരമാവധി ദൂരം എത്രയെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 35ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചേ. ഒരു വണ്ടി പോവുകയാണെങ്കിൽ അതിന്റെ മുന്നിൽ നിന്നായാലും പിന്നിൽ നിന്നായാലും എത്ര അടി മാത്രമേ തള്ളി നിൽക്കാവൂ? 5 അടി മാത്രമേ തള്ളി നിൽക്കാവൂ കേട്ടോ. സാധനങ്ങൾ 5 അടി മാത്രമേ തള്ളി നിൽക്കാവൂ. 36ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതെന്താണ്? സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിക്കണം കേട്ടോ. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് വായിച്ചു നോക്കാം. കേരള പോലീസ് ആക്ടിലെ 2011 നിയമം അനുസരിച്ച് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്നവയിൽ പോലീസ് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നതോ ഔദ്യോഗിക ആവശ്യങ്ങൾ ഉൾപ്പെടുന്നതല്ല എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡിയിൽ ഉണ്ടായെന്ന് അറിയിക്കുവാൻ ഏതൊരു പൗരനും ഒരു അവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അറിയാനായിട്ട് ഏതെങ്കിലും ഒരു പൗരൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാനുള്ള അവകാശമുണ്ട്. ഞാനിപ്പോൾ എവിടെയാണ്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് അറിയാനുള്ള അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥന് ആയുധങ്ങൾ നൽകുവാനോ കേസുകൾ പരാതികൾ എന്നിവയുടെ അന്വേഷണത്തിന് അവരെ ചുമതലപ്പെടുത്താവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ജീവനും സ്വത്തിനും സംരക്ഷിക്കുന്നതിന് സ്വകാര്യമോ അല്ലാതെയോ ആയിട്ടുള്ള ഉപകരണങ്ങളോ മറ്റു കാര്യങ്ങളോ ആവശ്യപ്പെടുന്നതിനും അത് കൈവശം വയ്ക്കാൻ അല്ലെങ്കിൽ കൈവശമുള്ളവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം നൽകേണ്ടതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 36ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഈ പറയുന്നവയിൽ ശരിയായിട്ട് വരുന്നത് 2 ശരിയാണ് കേട്ടോ. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ ഉണ്ടാണെന്ന് അറിയാനായിട്ട് ഏതൊരു പൗരനും അവകാശമുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. 4 ശരിയാണ്. ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിൽ സ്വകാര്യമോ അല്ലാതെ ആയിട്ടുള്ള ഉപകരണങ്ങളോ മറ്റു കാര്യങ്ങളോ ആവശ്യപ്പെടുവാനും അത് കൈവശം വയ്ക്കാനും പോലീസുകാരുടെ നിർദ്ദേശപ്രകാരം നൽകേണ്ടതുമാണെന്ന് പറയുന്നത് എന്താണ്? 4 ശരിയാണ്. പോലീസ് കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതോ തടയുന്നതിനോ വേണ്ടി വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നത് ഔദ്യോഗിക ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നതല്ല എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെ? അത് ഔദ്യോഗിക ആവശ്യമാണ്. എന്നാൽ പിന്നെ തെറ്റായിട്ട് വരുന്ന 3ാമത്തെയാണ്. ഒരിക്കലും നമുക്ക് ഒരു സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥനെ കേസുകൾ പരാതികൾ എന്നിവ അന്വേഷിക്കുന്നതിൽ നിന്നും അല്ലെങ്കിൽ സ്വീകരിക്കുന്നതിലും ചുമതലപ്പെടുത്താനായിട്ട് പാടില്ല അല്ലെ? അപ്പോൾ ഇതിൽ 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നമ്മുടെ 37ാമത്തെ ചോദ്യമാണ്. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 37 പ്രകാരം ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് സെക്ഷൻ 37 പ്രകാരമാണ്. 37 എന്താണെന്ന് വായിച്ചു നോക്കാം നമുക്ക്. സുരക്ഷ ഉറപ്പാക്കുന്നതോ അല്ലെങ്കിൽ ആസന്നമായ അപകടം ഒഴിവാക്കുന്നതിനോ വേണ്ടി ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ആചാരം, മര്യാദ, സ്വകാര്യത, ഔചിത്യം എന്നിവയ്ക്ക് പരിഗണന നൽകിക്കൊണ്ട് ഏതൊരു സ്വകാര്യ സ്ഥലത്തും പ്രവേശിക്കാവുന്നതാണെന്ന് പറയുന്നുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ അധികാരം വിനിയോഗിക്കുന്നതിന് മുൻപ് കെട്ടിടത്തിന്റെയും പരിസരത്തിന്റെയും ചുമതലയിലുള്ള വ്യക്തിയുടെ സഹകരണവും സമ്മതവും അല്ലെങ്കിൽ നേടുന്നതിന് സാധ്യമാകുന്നിടത്തോളം കാര്യം എന്ത് ചെയ്യണം? ശ്രമിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പൊ 37ുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നതിൽ ശരിയായിട്ടുള്ള പോയിന്റുകൾ ഏതൊക്കെയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ശരി ഉത്തരം ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. കണ്ടല്ലോ, ഇതാണ് ഓപ്ഷൻസ്. ഈ പറയുന്നതിൽ നമുക്കറിയാം ഈ 2 പോയിന്റുകളും എന്ത് തന്നെയാണ്? ശരി ഉത്തരം തന്നെയാണ്. 1ഉം 2ഉം ശരിയെന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം കേട്ടോ. 37 പറയുന്നത് എന്താണ്? സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഏത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലും എന്ത് ചെയ്യാൻ പറ്റും? പോലീസിന് കയറാനായിട്ട് പറ്റും. പക്ഷെ അവിടുത്തെ ആചാര്യവും മര്യാദയൊക്കെ സ്വീകരിച്ചിട്ട് വേണം ചെയ്യാനെന്ന് പറയുന്നുണ്ട്. കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പോലീസ് എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് കയറാൻ നേരത്ത് ആ ഒരു സ്ഥലത്തിന്റെയും ബിൽഡിങ്ങിന്റെയും ഓണറിന്റെ സഹകരണം കഴിയുന്നിടത്തോളം നേടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രമിക്കുക എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 പോയിന്റും ശരി തന്നെയാണ്. ഇത് പറയുന്നത് നമ്മുടെ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 37 അറിഞ്ഞിരിക്കുക.
അടുത്ത 38ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏതെങ്കിലും പോലീസ് പ്രവർത്തനത്തിന്റെയോ നടപടിയുടെയോ ഇലക്ട്രോണിക് റെക്കോർഡുകൾ പൊതുജനങ്ങളിൽ ആരെങ്കിലും നിയമവിരുദ്ധമായി എടുക്കുന്നതിനെ തടയാൻ പാടില്ല എന്ന് പ്രസ്താവിക്കുന്ന പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? എന്താണ് എന്ന് വെച്ചാൽ സംഭവമൊന്നുമില്ല, പോലീസുകാരുമായിട്ട് സംസാരമോ അല്ലെങ്കിൽ പോലീസ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളോ നമുക്കിപ്പോൾ വീഡിയോ എടുക്കാൻ ഉള്ള അനുവാദം നമുക്കുണ്ട്, അതാണ് സംഭവം. അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ അത് തടയാൻ പാടില്ല എന്ന് പറയുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 38ാമത്തെ ചോദ്യമാണ്. 38ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഒന്ന് പറയാനായി ശ്രമിച്ചേ. ഇതിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. സെക്ഷൻ 33 അങ്ങനെ പറയുന്നത്. എന്താണ്? പോലീസിന്റെ പ്രവർത്തനങ്ങളും നടപടികളും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോണിക് റെക്കോർഡുകൾ പൊതുജനങ്ങൾക്ക് സൂക്ഷിക്കാം അല്ലെ. അടുത്ത ചോദ്യമാണ് 39ാമത്തെ ചോദ്യം. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 3 പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 3 പ്രതിപാദിക്കുന്ന പ്രതിപാദ്യ വിഷയം എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? 39 ഒന്ന് പറഞ്ഞേ. 3 പറയുന്നത് എന്താണ്? കേരള പോലീസിന്റെ ഉത്തരം കിട്ടിയല്ലോ, കർത്തവ്യങ്ങളാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 3 പ്രതിപാദിക്കുന്നത് കേരള പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ചാണ് കേട്ടോ. കേരള പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ചാണ്. 40ാമത്തെ ചോദ്യം. പോലീസ് ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? പോലീസ് ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 40ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം എന്താണ്? പോലീസ് ചുമതലകളിൽ ഏർപ്പെടുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 117 ആണ് അല്ലെ. സെക്ഷൻ 117 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേട്ടോ. 117. അടുത്ത 41ാമത്തെ ചോദ്യം ഇതാണ്. കേരള പോലീസ് നിയമത്തിലെ 2011 ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയത് എന്നാണ്. അപ്പൊ കേരള പോലീസ് നിയമം 2011 ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതെന്നാണ് ചോദ്യം കേട്ടോ. കേരള പോലീസ് ആക്ട് 2011 ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് എന്നാണ്. ഒന്ന് പറഞ്ഞേ, കിട്ടിയോ? ഈ പറയുന്നവയിൽ ജനുവരി 31, 2011 എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. കേരള പോലീസ് ആക്ട് 2011 ഗസറ്റ് പബ്ലിഷ്പ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ ജനുവരി 31, 2011 എന്ത് ചെയ്യുന്നത്? ഇത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 21 പ്രകാരം സ്ക്വാഡുകൾ, വിങ്ങുകൾ, യൂണിറ്റുകൾ എന്നിവ രൂപീകരിക്കുന്നതിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 21 പ്രകാരം പ്രത്യേക സ്ക്വാഡുകൾ, വിങ്ങുകൾ, യൂണിറ്റുകൾ എന്നിവ രൂപീകരിക്കുന്നതിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉൾപ്പെടാത്തത് ഏതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 42ാമത്തെ ചോദ്യമാണ്. ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ പറയുന്നവയിൽ റെയിൽവേ പോലീസ് നിയന്ത്രണം ഉൾപ്പെടുന്നതാണ്, ട്രാഫിക് നിയന്ത്രണം ഉൾപ്പെടുന്നതാണ്, ഡിജിറ്റൽ ആൻഡ് സൈബർ പോലീസിംഗ് ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 21 പ്രകാരം പ്രത്യേക സ്ക്വാഡുകൾ, വിങ്ങുകൾ, യൂണിറ്റുകൾ എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? റെയിൽവേ പോലീസ് നിയന്ത്രണവും ട്രാഫിക് നിയന്ത്രണവും ഡിജിറ്റൽ ആൻഡ് സൈബർ പോലീസിംഗ് എല്ലാം ഇതിനകത്ത് വരുന്ന പോയിന്റുകൾ തന്നെയാണ്. അടുത്ത 43ാമത്തെ ചോദ്യം. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 21 പറഞ്ഞിരിക്കുന്ന വിഷയം എന്താണ്? കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 21 പറഞ്ഞിരിക്കുന്ന വിഷയം എന്തെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് പറഞ്ഞേ, കേരള പോലീസ് ആക്ടിലെ 21 എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം 43 പറയുന്ന കാര്യങ്ങളാണ് എന്ത്? ഉത്തരം കിട്ടിയല്ലോ. പ്രത്യേക വിങ്ങുകളും, യൂണിറ്റുകളും, ബ്രാഞ്ചുകളും, സ്ക്വാഡുകളും നിർമ്മിക്കാനായിട്ട് കേരള പോലീസിന് അധികാരമുണ്ട് എന്ന് പറയുന്നതാണ് സെക്ഷൻ 43 അല്ലെ. 43 അല്ല, സോറി, ക്വസ്റ്റ്യൻ നമ്പർ 43, 21. സെക്ഷൻ 21 എന്ത് ചെയ്യുന്നത്? പ്രത്യേക വിങ്ങുകൾ, യൂണിറ്റുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ എന്നിവയൊക്കെ നിർമ്മിക്കുന്നതിന് കേരള പോലീസിന് അധികാരം കൊടുക്കുന്നത് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 21 ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 44ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 29 പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? 29 നമ്മൾ നേരത്തെ പറഞ്ഞത് 21 ആണെങ്കിൽ അത് പ്രത്യേക വിങ്ങുകളും ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാകാനാണ്. എന്നാൽ 29 എന്താണ് പറയുന്നത്? കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 29 എന്താണ് പറയുന്നത്? നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ് അല്ലെ. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്നതാണ് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 29. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 29 പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 45ാമത്തെ ചോദ്യം ഇതാണ്. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 118 പ്രകാരമുള്ള ഗുരുതര ക്രമസമാധാനത്തിനുള്ള ശിക്ഷാ ലംഘനം എന്താണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 118 പ്രകാരമുള്ള ഗുരുതര ക്രമസമാധാന ലംഘനത്തിനുള്ള ശിക്ഷ ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഈ പോയിന്റുകളൊന്ന് വായിച്ചിട്ട് ശരി ഉത്തരം ഒന്ന് കമന്റ് ആയിട്ട് പറയാനായിട്ട് ശ്രമിച്ചേ. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. ഈ പറയുന്നവയിൽ ശരി ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 3 വർഷം വരെ തടവ് ശിക്ഷയോ 10,000 രൂപയിൽ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയാണ്. കേരള പോലീസ് ആക്ടിലെ 118 പ്രകാരമുള്ള ഗുരുതര ക്രമസമാധാന ലംഘനത്തിലുള്ള ശിക്ഷയാണ് 3 വർഷം വരെ തടവ് ശിക്ഷയോ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ അതിൽ കവിയാത്തതുമായിട്ടുള്ള പിഴയാണ് കൊടുക്കുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത 46ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 46ാമത്തെ ഇതാണ്: ഏതൊരു സ്ഥലത്ത് വെച്ച് സ്ത്രീകളുടെ ന്യായമായ സ്വകാര്യതയിൽ ഭംഗം വരുത്തുന്നതിന് വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യമാണ് വീണ്ടും റിപ്പീറ്റ് വന്നിട്ടുള്ളത്. ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? എന്താണ് ഇതിന് പറയുന്നത്? കേരള പോലീസ് ആക്ടിലെ വകുപ്പ് എന്നാണ് ചോദ്യം കേട്ടോ. ഏതൊരു സ്ഥലത്തും സ്ത്രീകളുടെ ന്യായമായ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ ഫോട്ടോയോ വീഡിയോ എടുക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ചെയ്യുന്നത് ഏത് കേരള പോലീസിന്റെ ആക്ട് പ്രകാരമാണ് കുറ്റകരമാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് 119 ആണ് അല്ലെ. 119 ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത 47ാമത്തെ ചോദ്യം ഇതാണ്: പോലീസ് ഉദ്യോഗസ്ഥന് പരിചയം അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ പരിചരണത്തിന്റെ കസ്റ്റഡിയിലോ ഉള്ള ആരോടും മോശമായി പെരുമാറാനോ സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കാനോ പാടില്ല എന്ന് പറയുന്ന വകുപ്പ് ഏതാണെന്ന് ചോദ്യം. നമുക്കറിയാം നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിൽ പറയും പോലെ എന്താണ്? സഭ്യമായ ഭാഷയിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അല്ലേ. അങ്ങനെ സഭ്യമായ ഭാഷയിൽ മാത്രമേ സംസാരിക്കാൻ പാടൂ എന്ന് പറയുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്ന് പറഞ്ഞേ. 47ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് 29 ആണ് കേട്ടോ. അപ്പോൾ സഭ്യമായ ഭാഷയിൽ കസ്റ്റഡിയിലുള്ളവരടുത്തും പ്രതികളടുത്തും സഭ്യമായ ഭാഷയിൽ മാത്രമേ സംസാരിക്കാവൂ എന്നൊക്കെ പറയുന്നത് എന്താണ്? 47ാമത്താണ് അല്ലെ. 47ാമത്താണ്. അടുത്ത 48 ഇതാണ്: കേരള പോലീസ് ആക്ടിലെ 31 പറയുന്നത് എന്താണ്? കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 31 എന്താണ് പറയുന്നത്? 48ാമത്തെയാണേ. എന്താണ് പറയുന്നത്? 31 എന്താണ് പറയുന്നത്? കിട്ടിയോ? ഈ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക. പോലീസ് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക എന്നാണ് 31 പറയുന്നത്. അടുത്ത 49ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരള പോലീസ് സേനയിലെ ഏറ്റവും ഉയർന്ന പദവി? നമുക്കറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഏറ്റവും ഉയർന്ന പദവി എന്ത് തന്നെയാണ്? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആണോ? 49ന്റെ ശരി ഉത്തരം ഏതാണ്? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ഇതിൽ തെറ്റിക്കുന്ന ഒരു സാധനമുണ്ട്. ഈ DGP എന്നും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇതിനകത്ത് ഓപ്ഷൻസ് ഞാൻ വായിച്ചു തരാം. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ്, പിന്നെ സൂപ്രണ്ട് ഓഫ് പോലീസ്. ഇതിലേതാണ്? നമ്മൾ തെറ്റിക്കുന്ന ഒരു സാധനം ഇതാണ് കേട്ടോ. ഓപ്ഷനെ നമ്മൾ കുത്താനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇതിന്റെ ഉത്തരം വരുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നാണ്. അത് ശ്രദ്ധിക്കുക. സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നുള്ള വാക്ക് അതിനകത്ത് വരുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്നതാണ് കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന പദവി. നമ്മുടെ അനിൽകാന്ത് ഒക്കെ വഹിക്കുന്നത് ഈ ഒരു പദവിയാണ്. ഓക്കെ, അടുത്ത 50ാമത്തെ ചോദ്യം ഇതാണ്: പോലീസും പൊതുജനങ്ങൾക്കും ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കുന്നതിന് ഉള്ള അധികാരമുണ്ടെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് എന്നാണ് ചോദ്യം. പോലീസിനും പൊതുജനങ്ങൾക്കും ഇലക്ട്രോണിക്സ് ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതിനുള്ള അധികാരമുണ്ടെന്ന് പറയുന്ന വകുപ്പ് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 50ാമത്തെ ചോദ്യമാണ്. കിട്ടിയോ? 50ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 33 ആണ് കേട്ടോ. സെക്ഷൻ 33 ആണ്. അപ്പോൾ നമ്മൾ 50 ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഇതുവരെ നിങ്ങൾ ആരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോഴൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് CPO പഠിക്കുന്നതായാലും വിമൻസ് പോലീസ് ഓഫീസർ പഠിക്കുന്നതായാലും കൂട്ടുകാരിലേക്ക് കൂടി എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കടുത്ത് 51ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 51ാമത്തെ ചോദ്യം ഇതാണ്: ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഏതാണ്? ചുരുക്കപ്പേരിനെയും വ്യാപ്തിയും പ്രാരംഭത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ വകുപ്പ് ഏതാണ്? നമുക്കറിയാം, ഏതൊരു വകുപ്പായാലും അതിനകത്ത് ചുരുക്കപ്പേരും വ്യാപ്തിയൊക്കെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 1 തന്നെയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് കേരള പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? കേരള പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ഏതാണ് കേരള പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? സെക്ഷൻ 3 സെക്ഷൻ 3 കേരള പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 3 എന്നാൽ കേരള പോലീസ് ആക്ട് 2011 പ്രത്യേക വിങ്ങുകൾ, യൂണിറ്റുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ എന്നിവ വേണം അല്ലെങ്കിൽ എന്നിവ രൂപീകരിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്നത് ഏത് വകുപ്പിനകത്താണ്? കേരള പോലീസ് ആക്ടിൽ 2011 പ്രത്യേക വിങ്ങുകൾ, ബ്രാഞ്ചുകൾ, സ്ക്വാഡുകൾ എന്നിവയെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? 53ാമത്തെ ചോദ്യം. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? നമുക്കറിയാം, സെക്ഷൻ 21 അല്ലെ. സെക്ഷൻ 21 പ്രത്യേക വിങ്ങുകൾ, യൂണിറ്റുകൾ, ബ്രാഞ്ചുകൾ എന്നൊക്കെ വേണമെന്ന് പറയുന്നത് 21 അടുത്ത ചോദ്യം 54ാമത്തെ ചോദ്യം ഇതാണ്: കേരള പോലീസ് ആക്ട് 2011 സെക്ഷൻ 117 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്നാണ് ചോദ്യം. 117 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ. നമ്മൾ 118 കാര്യം പറഞ്ഞതാണ്. ഇതിൽ 117 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എന്നാണ് നമ്മുടെ 54ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ?
ഈ പറയുന്നവയിൽ സെയിം ഉത്തരം തന്നെയാണ്. എത്രയാണ്? 3 വർഷം വരെ തടവ് ശിക്ഷയോ 10,000 രൂപയിൽ കവിയാത്ത പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? സെക്ഷൻ 117 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷമാണ്. അടുത്ത ചോദ്യം നമുക്ക് 55-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 55-ാമത്തെ ചോദ്യം ഇതാണ്: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 120 പ്രകാരമുള്ള ക്രമസമാധാന ലംഘനങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 120 പ്രകാരമുള്ള ക്രമസമാധാന ലംഘനങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പറഞ്ഞേ. ഓക്കെ, അതിന്റെ ശരി ഉത്തരം നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതിന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഇവയെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രമസമാധാന ലംഘനത്തിനകത്താണ് പൊതുജനത്തിന് തടസ്സമാകുന്നതോ അസൗകര്യമോ അപായമോ ഉണ്ടാകുന്ന രീതിയിൽ ഏതെങ്കിലും വാഹനത്തെയോ അല്ലെങ്കിൽ ഗതാഗത ഉപാധിയോ എന്ത് ചെയ്യുക? നിലകൊള്ളാൻ കാരണമാവുക. ഉടമസ്ഥന്റെയോ സൂക്ഷിപ്പുകാരന്റെയോ മുൻകൂർ അനുവാദമില്ലാതെ ഭിത്തികൾ, കെട്ടിടങ്ങൾ അല്ലെങ്കിൽ മറ്റു നിർമ്മാണങ്ങൾ എന്നിവ വികൃതമാക്കുക. ഒരു സർക്കാർ കെട്ടിടത്തിലോ സർക്കാർ ഭൂമിയിലോ അതിക്രമിച്ച് കയറുന്ന എല്ലാം എന്ത് തന്നെയാണ്? കേരള പോലീസ് ആക്ടിലെ 120 പ്രകാരമുള്ള ക്രമസമാധാന ലംഘനമായിട്ടൊക്കെ വരും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നമ്മുടെ 56-ാമത്തെ ചോദ്യം: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 39 പ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അധികാരത്തിൽ പെടുന്നത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 39 പ്രകാരമാണ് ഏതൊക്കെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പോലീസ് ഉദ്യോഗസ്ഥന്റെ അധികാരത്തിൽ വരുന്നത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് വായിച്ച ശേഷം ശരി ഉത്തരം പറയാനായിട്ട് ഒന്ന് ശ്രമിച്ചേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഈ പറയുന്നവയിൽ 39 പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥന് അധികാര പരിധിയിൽ പെടുന്നത് ഏതെങ്കിലും നിയമത്തിൻ്റെയോ, ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ശരി ഉത്തരം വരുന്നത്, ഏതെങ്കിലും നിയമത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ കീഴിൽ ഉണ്ടാക്കിയ ഏതെങ്കിലും ചട്ടമോ ഉത്തരവ് പ്രകാരമോ ശിക്ഷാർഹമായ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഒരുങ്ങുന്ന ഒരാൾക്ക് അത് തടയുന്നതിനായിട്ട് മുന്നറിയിപ്പ് നൽകുക എന്ന് പറയുന്നതാണ് സെക്ഷൻ 39 പ്രകാരം കേട്ടോ. അപ്പോൾ 39 പ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അധികാരത്തിൽ പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും നിയമപരമായ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമത്തിന്റെ കീഴിൽ ഉണ്ടാക്കിയ ഏതെങ്കിലും ചട്ടമോ അല്ലെങ്കിൽ ഉത്തരവ് പ്രകാരമോ ശിക്ഷാർഹമായ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിൽ ഒരാളെ എന്ത് ചെയ്യുക? തടയുക എന്ന് പറയുന്നതാണ് സെക്ഷൻ 39-നകത്ത് പറയുന്നത്. ഓക്കെ, അടുത്ത 57 നമുക്ക് നോക്കാം. കേരളത്തിൽ താഴെ തന്നിരിക്കുന്നവയിൽ കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിന്റെ കർത്തവ്യങ്ങളും ചുമതലകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? ഓക്കെ, അതൊന്ന് പറഞ്ഞേ. അപ്പോൾ കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിന്റെ കർത്തവ്യങ്ങളെയും ചുമതലകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻസ് ഏതൊക്കെയാണ്? 57 ശരി ഉത്തരം എന്ന് പറഞ്ഞേ. നമുക്കറിയാം അത് വരുന്നത് സെക്ഷൻ 7-ഉം സെക്ഷൻ 8-ഉം അല്ലെ. സെക്ഷൻ 7-ഉം സെക്ഷൻ 8-ഉമാണ് പോലീസിന്റെ കർത്തവ്യങ്ങളും ചുമതലകളെയും കുറിച്ച് പറയുന്നത്. സെക്ഷൻ 7-ഉം 7-8 അല്ല, 3-4 കേട്ടോ. 3-4 ഉത്തരം മാറിപ്പോയി. 3-4 ശ്രദ്ധിക്കുക, 3-4. ഓക്കെ, അപ്പോൾ കേരള പോലീസ് ആക്ട് 2011 പ്രകാരം പോലീസിന്റെ കർത്തവ്യങ്ങളെയും ചുമതലകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതിനകത്താണ്? സെക്ഷൻ 3-നകത്തും സെക്ഷൻ 4-നകത്തുമാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേട്ടോ. 3-ഉം 4-ഉമാണ് കേട്ടോ. 3-4. ഓക്കെ, അപ്പോൾ കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസിന്റെ ചുമതലകളെ കുറിച്ച് പറയുന്നത് 3-നകത്തും പോലീസിന്റെ കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നത് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 4-നകത്തുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം 58-ാമത്തെ ചോദ്യം: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ പദവി ഏതാണ്? താഴെ പറയുന്നവയിൽ ഏറ്റവും വലിയ പദവിയാണ് SP ആണോ, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആണോ, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണോ, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആണോ? ഏതാണ് 58-ാമത്തെ ഉത്തരം വരുന്ന ഏതാണ്? കിട്ടിയോ? ഓക്കെ, അതിന് ശരി ഉത്തരം വരുന്നത് നമുക്കറിയാം. പേര് തന്നെ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള പേര് ഇത് തന്നെയാണ്, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അല്ലേ. ഓക്കെ, ADGP എന്ന് പറയും. അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ADGP അല്ലേ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 59 നോക്കാം നമുക്ക്. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 37 പ്രകാരം ചൂടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? 37 പ്രകാരമാണ്. അപ്പോൾ 59-ാമത്തെ ചോദ്യത്തിന്റെ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. സുരക്ഷ ഉറപ്പാക്കുന്നതോ അല്ലെങ്കിൽ ആസന്നമായ അപകടം, ഇത് നമ്മൾ ഓൾറെഡി ഒരിക്കലും വായിച്ച ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് വീണ്ടും വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ 2 ഓപ്ഷൻസും ശരിയായിട്ടാണ് വരുന്നത്. 1-ഉം 2-ഉം ശരിയാണ് അല്ലേ. 1-ഉം 2-ഉം ശരിയാണ്. 37-നെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? പോലീസിന് ഏതെങ്കിലും ബിൽഡിങ്ങിൽ, ഏതെങ്കിലും പ്രൈവറ്റ് ബിൽഡിങ്ങിൽ കയറാം. പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? ആ ഒരു ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ ഓണറുടെ സഹകരണം കൂടി നിങ്ങളൊന്ന് പ്രതീക്ഷിക്കുക എന്നൊക്കെ പറയുന്ന 2 പോയിന്റും ഇതിനകത്ത് 37-മായി ബന്ധപ്പെടുത്തിയിട്ട് ശരി തന്നെയാണ്. അടുത്ത 60-ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരള പോലീസ് ആക്ട് 2011 സെക്ഷനുകൾ ചേരുംപടി ചേർക്കുക. കേരള പോലീസിന്റെ ഘടന, പോലീസിന്റെ പെരുമാറ്റം, കമ്മ്യൂണിറ്റി പോലീസിംഗ്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചേ. കിട്ടിയോ? ഇത് ഏത് രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇത് വരുന്നത്
ആദ്യത്തെ എന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിലെ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം കേട്ടോ. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോഴത്തേക്കും A3 B1 C4 D2 എന്ന് പറയുന്ന രീതിയിലാണ് മാർക്ക് ചെയ്യേണ്ടത്. A3 എന്ന് പറയുമ്പോൾ എന്താണ്? കേരള പോലീസിന്റെ ഘടന. കേരള പോലീസിന്റെ ഘടനയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 14-നകത്താണ് കേട്ടോ. സെക്ഷൻ 14-നകത്താണ് കേരള പോലീസിന്റെ ഘടനയെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 14-നകത്താണ്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? അത് സെക്ഷൻ 29 അല്ലെ. പോലീസ് ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റത്തെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 29. കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കുറിച്ച് പറയുന്നത് ഏതിനകത്താണ്? അത് സെക്ഷൻ 64-നകത്താണ് കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ കുറിച്ച് പറയുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നത് 119-നകത്താണ് അല്ലെ. 119-നകത്താണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ പോലീസിന്റെ ഘടനയാണെന്നുണ്ടെങ്കിൽ അത് 14 ആണ്. പോലീസിന്റെ പെരുമാറ്റം 29 കമ്മ്യൂണിറ്റി പോലീസിംഗ് ആണെങ്കിൽ 64 സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയാണെന്നുണ്ടെങ്കിൽ അത് 119 ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ 61-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നാർക്കോട്ടിക്സ് ഡ്രഗ്സ്, നമ്മൾ NDPSലേക്ക് കടക്കുന്നു. നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ സെക്ഷൻ 19 പ്രകാരം ലഭിക്കുന്ന പരമാവധി ശിക്ഷ എത്ര വർഷമാണ്? ശ്രദ്ധിക്കുക, NDPSലെ പരമാവധി ശിക്ഷ ഏതാണ് ഒന്ന് പറഞ്ഞേ. സെക്ഷൻ 19 പ്രകാരമാണ്. 19 പ്രകാരമുള്ള പരമാവധി ശിക്ഷ ഏതാണ്? 20 വർഷമാണ് കേട്ടോ. 20 വർഷം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 20 വർഷമാണ്. അടുത്ത 62-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക്. നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ സെക്ഷൻ 28 പ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യാൻ ആരെങ്കിലും ശ്രമിക്കുകയോ കുറ്റകൃത്യം ചെയ്യുന്നതിന് കാരണമാവുകയോ ചെയ്താൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ ഏതാണ്? 28 പ്രകാരമാണ്. ഉത്തരം കിട്ടിയോ? ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കുറ്റകൃത്യത്തിനുള്ള അതേ ശിക്ഷയാണ് കേട്ടോ. കുറ്റകൃത്യത്തിനുള്ള അതേ ശിക്ഷ. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിലെ 28-ാമത്തെ വകുപ്പ് പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തി കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുകയോ കുറ്റകൃത്യം ചെയ്യാൻ കാരണമാവുകയോ ചെയ്താൽ കുറ്റകൃത്യത്തിനുള്ള അതേ ശിക്ഷയാണ് കൊടുക്കുന്നത്. 63 NDPSലെ 63-ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. NDPS ആക്ടിലെ സെക്ഷൻ 1 പ്രകാരം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ്. മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്നവർ ഇന്ത്യൻ പൗരന്മാർക്ക് ഈ നിയമം ബാധകമാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലും എല്ലാം എന്താണ്? ഈ നിയമം ബാധകമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ NDPS ആക്ട് ഓഫ് 1985 അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 63-ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം എന്താണ് അറിയാമോ? ഈ പറയുന്ന 3 കാര്യങ്ങളും ശരി തന്നെയാണ് കേട്ടോ. എന്ന് പറയുമ്പോൾ ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ്. മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്കും എന്ന് തന്നെയാണ് ഇത് ബാധകമാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലും എന്താണ്? ഇവ ബാധകമാണ്. അടുത്ത 64-ാമത്തെ ചോദ്യം. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ സെക്ഷൻ 27 പ്രകാരം മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചാലുള്ള ശിക്ഷ എത്രയാണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, NDPS ആക്ടിലെ സെക്ഷൻ 27 പ്രകാരം എന്താണ്? മയക്കുമരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത് ഏത് വകുപ്പിനകത്താണ്? പറഞ്ഞേ. 64-ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. അതിന്റെ ശിക്ഷയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് 1 വർഷം വരെ കഠിന തടവോ 20,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസിലെ 27 പ്രകാരം മയക്കുമരുന്നോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചാലുള്ള ശിക്ഷ എത്രയാണെന്ന് ചോദിച്ചാൽ 1 വർഷം വരെ കഠിന തടവോ 20,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ. ഓക്കെ, അതും വേറെ സംശയമൊന്നും ഇല്ലാന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത് നമുക്ക് 65-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിൽ വധശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NDPSൽ വധശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട്. വധശിക്ഷയെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 65-ാമത്തെ ചോദ്യമാണ് കേട്ടോ. 65-ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സെക്ഷൻ 31A-ക്കകത്താണ് എന്ത് ചെയ്യുന്നത്? വധശിക്ഷയെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 31A-ക്കകത്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത 66-ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം കുറ്റകൃത്യമായി കണക്കാവുന്ന കറുപ്പ് അല്ലെങ്കിൽ ഓപ്പിയത്തിന് അളവ് എത്രയാണ്? ഓപ്പിയം നമുക്ക് വയ്ക്കാം കയ്യിൽ, പക്ഷെ അതിനൊരു അളവുണ്ടല്ലേ. ഇതിൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശിക്ഷയാണ്. അപ്പോൾ എത്രയാണ് ഓപ്പിയം കൈവശം വയ്ക്കാനുള്ള, അല്ലെങ്കിൽ എത്രയിൽ കൂടുതലാണ് ഓപ്പിയം കുറ്റകരമായിട്ട് മാറുന്നതെന്ന് അറിയാമോ? 10 കിലോയിൽ കൂടുതലാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. NDPS ആക്ട് പ്രകാരം കുറ്റകൃത്യമായി കണക്കാക്കുന്നത് ഓപ്പിയത്തിന് അളവെന്ന് പറയുന്നത് 10 കിലോ ആണ്. ഓക്കെ, അത് നാർക്കോട്ടിക് NDPS ആക്ട് നിലവിൽ വന്നത് എന്നാണ്? NDPS ആക്ട് നിലവിൽ വന്നത് എന്നാണ്? ഒന്ന് പറഞ്ഞേ. NDPS ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 67 നമുക്കറിയാം. മാർച്ച് 17, 1986 അല്ലേ? മാർച്ച് 17, 1986 എന്ത് ചെയ്യുന്നത്? NDPS വരുന്നത്. NDPS ആക്ട് ഓഫ് 1985 എന്ന് പറയുമെങ്കിലും ഇത് നിലവിൽ വരുന്നത് മാർച്ച് 17, 1986 ആണ്. അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് കണ്ടെത്തലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ വകുപ്പ് ഏതാണ്? അനധികൃതമായി കണ്ടെത്തിയ സ്വത്തുക്കളെ കുറിച്ച് അല്ലെങ്കിൽ സ്വത്തിനെ അവയെന്താണ് കണ്ടെത്തലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ വകുപ്പ് ഏതാണ്? 68-ാമത്തെ ചോദ്യമാണേ. കിട്ടിയല്ലോ. ഏതാണ്? അധ്യായം
5A ആണ് അല്ലേ. അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് കണ്ടെത്തലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന NDPS ആക്ടിലെ വകുപ്പാണ് 5A എന്ന് അറിഞ്ഞിരിക്കുക. 69ാമത്തെ ചോദ്യം, നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഓഫ് 1985 ഈ ഒരു ബില്ല് ലോക്സഭ അംഗീകരിച്ചെന്നാണ്. NDPS ആക്ട് ഓഫ് 1985ന്റെ ബില്ല് ലോക്സഭ അംഗീകരിച്ചെന്നാണ് 69ാമത്തെ ചോദ്യം വരുന്നത്. എന്നാണ്? ഓഗസ്റ്റ് 23, 1985 അല്ലെ. ഓഗസ്റ്റ് 23, 1985 എന്ത് ചെയ്യുന്നത്? NDPS ആക്ടിന്റെ ബില്ല് ലോക്സഭ അംഗീകരിക്കുന്നത്. അടുത്ത 70ാമത്തെ ചോദ്യമാണ്, അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് മരവിപ്പിച്ചാൽ ആ സ്വത്തിനെ സംബന്ധിച്ച ഏത് വിനിമയം നടത്തുന്നതെങ്കിലും അന്വേഷിച്ച ഉദ്യോഗസ്ഥന്റെയോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അതോറിറ്റിയുടെയോ മുൻകൂർ അനുമതി കൂടാതെ സാധ്യമാവുകയില്ല എന്ന് പറയുന്ന NDPS ആക്ടിലുള്ള വകുപ്പ് ഏതാണ്? നല്ല ചോദ്യമാണ് അല്ലെ. അപ്പോൾ 70ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സെക്ഷൻ 68F ആണ് കേട്ടോ. 68F ആണ്. അപ്പോൾ അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് മരവിപ്പിക്കൽ അല്ലെങ്കിൽ ആ സ്വത്തിനെ സംബന്ധിച്ച് ഏത് വിനിമയം നടത്തണമെങ്കിലും അന്വേഷിച്ച ഉദ്യോഗസ്ഥന്റെയോ അദ്ദേഹവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അതോറിറ്റിയുടെയോ മുൻകൂർ അനുമതി കൂടാതെ കഴിയില്ല എന്ന് പറയുന്ന NDPSലെ വകുപ്പാണ് ഏത്? 68F. 71ാമത്തെ ചോദ്യം, NDPS ആക്ടിലെ ഏത് വകുപ്പിലാണ് മരണശിക്ഷയെക്കുറിച്ച് നിഷ്കർഷിച്ചിരിക്കുന്നത്? NDPS ആക്ടിലെ ഏത് വകുപ്പിലാണ് മരണശിക്ഷയെക്കുറിച്ച് നിഷ്കർഷിച്ചിട്ടുള്ളത് എന്നാണ് നമ്മുടെ 71ാമത്തെ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം എന്താണ്? നമ്മൾ ഓൾറെഡി NDPS ആക്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മരണശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് NDPS ആക്ടിലെ സെക്ഷൻ 31A ആണ് അല്ലേ. 31A ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. NDPS ആക്ടിലെ മരണശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 31A ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത നമുക്ക് 72ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 72ാമത്തെ ചോദ്യം ഇതാണ്, താഴെ പറയുന്നവയിൽ NDPS ആക്ടിനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഏതൊക്കെയാണ്? NDPS ആക്ട് നിലവിൽ വന്നത് 1985 നവംബർ 14. NDPS ആക്ടിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി സെയിൽ സിംഗ് ആണ്. അതുപോലെ തന്നെ NDPS ആക്ട് ഭേദഗതി ചെയ്ത വർഷം എന്ന് പറയുന്നത് 1988, അതുപോലെ തന്നെ 2000, 2014 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോയിന്റുകളിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ശരി ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇതിൽ ശരി ഉത്തരം വരുന്നത് ഏതൊക്കെയാണ്? ആദ്യത്തെ 2 ഓപ്ഷൻസ് ആണ് അല്ലേ. 1ഉം 2ഉമാണ്. NDPS ആക്ട് നിലവിൽ വന്നത് 85 നവംബർ 14. അതിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി എന്ന് പറയുന്നത് ഗ്യാനി സെയിൽ സിംഗ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, നമുക്കത് 73ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 23 വയസ്സിന് താഴെ പ്രായമുള്ള ആൾ മദ്യപിച്ചാൽ അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ചാലുള്ള ശിക്ഷ എന്താണ്? 23 വയസ്സിന് താഴെ പ്രായമുള്ള ഒരാൾ മദ്യം ഉപയോഗിച്ചാലുള്ള ശിക്ഷ എന്തെന്നാണ് നമ്മുടെ 73ാമത്തെ ചോദ്യം. എന്താണ് ശരി ഉത്തരം വരുന്നത്? ഒന്ന് പറഞ്ഞേ. 23 വയസ്സിന് താഴെ പ്രായമുള്ള ആൾ മദ്യം ഉപയോഗിച്ചാലുള്ള ശിക്ഷ എന്താണ്? കിട്ടിയോ? എന്താണ്? 5000 രൂപ വരെ പിഴയോ 2 വർഷം വരെ തടവോ അല്ലെങ്കിൽ എന്താണ് രണ്ടും കൂടി ഒരുമിച്ച് ലഭിക്കുന്നതാണ് കേട്ടോ. 5000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ 2 വർഷം വരെ തടവോ രണ്ടും കൂടി ഒരുമിച്ചാണ് 23 വയസ്സിന് താഴെ പ്രായമുള്ള ആൾ മദ്യപിച്ചാൽ. ഓക്കെ, അടുത്ത 74ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 74ാമത്തെ ചോദ്യം ഇതാണ്, NDPS ആക്ടിലെ സെക്ഷൻ 37 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? NDPS ആക്ടിലെ സെക്ഷൻ 37 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്ന് പറഞ്ഞേ. NDPS ആക്ടിലെ സെക്ഷൻ 37 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ പഠിച്ചതാണ്. NDPS ആക്ടിലെ സെക്ഷൻ 37 ജാമ്യമില്ലാത്ത കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ജാമ്യമില്ലാത്ത കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, NDPS ആക്ട് 1985 പ്രകാരമുള്ള സെക്ഷനുകൾ ക്രമപ്പെടുത്തുക. അപ്പോൾ ഇതിനകത്ത് സെക്ഷൻ 68F പറയുന്നുണ്ട്, 37B പറയുന്നുണ്ട്, 28C പറയുന്നുണ്ട്, അതുപോലെ തന്നെ 25 എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിയേ. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ട് കഴിയും NDPS ആക്ടിലെ സെക്ഷൻസിനെ? 75ാമത്തെ ചോദ്യമാണേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ട് കഴിയും? 68F എന്താണ്? 68F നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അനധികൃതമായി സമ്പാദിച്ച സ്വത്തിനെ പിടിച്ചെടുക്കലിനെ കുറിച്ച് പരാമർശിക്കുന്നത് എന്താണ്? 68F ആണ്. സെക്ഷൻ 37 എന്താണ്? സെക്ഷൻ 37 നമുക്കറിയാം ജാമ്യമില്ലാത്ത കുറ്റകൃത്യങ്ങളാണ് 37. എന്നാൽ സെക്ഷൻ 28 എന്താണ്? NDPSലെ സെക്ഷൻ 28 എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയാണെങ്കിൽ അത് സെക്ഷൻ 28 ആണ്. എന്നാൽ സെക്ഷൻ 25 എന്താണ്? 25 നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്. അത് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് പരിസരവും മറ്റും ഉപയോഗിക്കുവാനുള്ള അനുവാദം കൊടുക്കുന്നതിനുള്ള ശിക്ഷയാണ്. അപ്പോൾ 68F ആണെങ്കിൽ അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കൽ. 38 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? 38 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ജാമ്യമില്ലാത്ത കുറ്റകൃത്യങ്ങളാണെങ്കിൽ അത് 37 ആണ്. 37 ആണെങ്കിൽ ജാമ്യമില്ലാത്ത കുറ്റകൃത്യങ്ങളാണ്. 28 ആണെങ്കിൽ അതെന്താണ്? 28 കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷയും. 25 എന്ന് പറയുന്നത് കുറ്റകൃത്യം ചെയ്യുന്നതിന് പരിസരവും മറ്റുമൊക്കെ കൊടുക്കുന്ന ശിക്ഷയും. ഓക്കെ, അപ്പോൾ അത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത
86ാമത്തെ ചോദ്യം ഇതാണ്. NDPS ആക്ട് നിയമപ്രകാരം കൊക്കൈൻ, മോർഫൈൻ, അതുപോലെ തന്നെ ഡൈ അസറ്റൈൽ മോർഫൈൻ എന്നിവയോ അല്ലെങ്കിൽ ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയ മറ്റേതെങ്കിലും മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചാറുള്ള ശിക്ഷ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മുടെ കേന്ദ്ര ഗസറ്റിനകത്ത് കുറച്ച് മയക്കുമരുന്നുകളെയും കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവ ഉപയോഗിക്കാനുള്ള ശിക്ഷ എന്താണെന്നാണ് ഇതിനകത്ത് ചോദ്യം. ഇതിനകത്ത് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ശരി ഉത്തരം ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കുക. എന്താണ് ശിക്ഷ? എന്താണ് നമുക്കറിയാം. അത് 1 വർഷം വരെ കഠിന തടവോ അല്ലെങ്കിൽ 20,000 രൂപ വരെ പിഴ ലഭിക്കാവുന്ന ശിക്ഷയോ, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് കിട്ടും കേട്ടോ. ഒന്നിൽ 1 വർഷം വരെ തടവ്, അല്ലെങ്കിൽ 20,000 രൂപ, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് കിട്ടും. ഇതിൽ ഓപ്ഷൻ ബി ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ 2ാമത്തെ മാത്രമാണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത 77ാമത്തെ ചോദ്യം. നമ്മുടെ NDPS ആക്ട് 1985 ആക്ടുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 84 സെക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾക്കുള്ള ശിക്ഷ 28 ആണെന്ന് പറയുന്നു. NDPS ആക്ടിൻ്റെ ബില്ല് 85 ഒപ്പുവെച്ച പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ആക്ടിലുള്ള ആകെ അധ്യായങ്ങളുടെ എണ്ണം 5 ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ 77ാമത്തെ ചോദ്യം. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? നമുക്കറിയാം, ഈ പറയുന്നവയിൽ ഒന്നാമത്തത്, ഇതിലെ സെക്ഷൻസിൻ്റെ എണ്ണം പറയുന്നതും ആക്റ്റുകളുടെ എണ്ണം പറയുന്നതുമാണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത്. 1ഉം 4ഉമാണ് ഇതിനകത്തുള്ള തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? 1ഉം 4ഉമാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത് 28 ആണെന്നുള്ളതും, അതുപോലെ തന്നെ NDPS ആക്ട് ബില്ലിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ആണെന്നുള്ള പോയിന്റും എക്സാക്ട്ലി കറക്റ്റ് തന്നെയാണ്. അടുത്ത 78ാമത്തെ ചോദ്യം. NDPS നിയമത്തിലെ സെക്ഷൻ 64A എന്താണ് പറയുന്നത്? 64Aയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്താണ്? 64Aയിൽ ഓർമ്മയുണ്ടോ? 64Aയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ലഹരിക്ക് അടിമപ്പെട്ട് ചികിത്സയിലിരിക്കുന്ന വ്യക്തി പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്ന് പറയുന്ന പോയിന്റാണ് അല്ലേ? എന്താണ്? ലഹരിക്ക് അടിമപ്പെട്ട് ചികിത്സയിലിരിക്കുന്ന വ്യക്തി പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. 64A ആണ്. അടുത്ത പോയിന്റാണ്, ചുവടെ നൽകിയിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. NDPS ആക്ടിലെ കുറച്ച് പ്രസ്താവനകൾ കൊടുക്കുന്നുണ്ട്. അതിൽ NDPS ആക്ടിലെ സെക്ഷൻ 68F അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കറക്റ്റാണ്. അതുപോലെ തന്നെ സെക്ഷൻ 31A വധശിക്ഷയെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ 37 ജാമ്യമില്ലാത്ത കുറ്റങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന പോയിന്റുകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 79ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം എന്താണ്? നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 68F എന്ന് പറയുന്നത് അനധികൃതമായി സമ്പാദിച്ച സ്വത്ത്, ശരിയാണ്. 31A വധശിക്ഷ NDPS ആക്ടിലെ കറക്റ്റാണ്. 37 ജാമ്യമില്ലാത്ത കുറ്റകൃത്യങ്ങൾ ശരിയാണ്. അതുകൊണ്ട് തന്നെ 1ഉം 2ഉം 3ഉം ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നതുമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ 80ാമത്തെ ചോദ്യമാണ്. NDPS ആക്ടിലെ 9A വകുപ്പ് പ്രകാരമുള്ള ഓർഡറുകൾക്കെതിരായ ശിക്ഷയെക്കുറിച്ച് വിശദീകരിക്കുന്ന വകുപ്പ് ഏതാണ്? NDPS ആക്ടിലെ 9A വകുപ്പ് പ്രകാരമുള്ള ഓർഡറുകൾക്കെതിരായിട്ടുള്ള ശിക്ഷയെക്കുറിച്ച് വിശദീകരിക്കുന്ന വകുപ്പ് ഏതെന്നാണ് നമ്മുടെ 80ാമത്തെ ചോദ്യം. അപ്പോൾ 80ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഏതാണെന്ന് അറിയാമോ? അത് ഉത്തരം പറയുകയാണ്. NDPS ആക്ടിലെ സെക്ഷൻ 25Aയിലാണ് എന്ത് ചെയ്യുന്നത്? NDPSലെ 9A വകുപ്പ് പ്രകാരമുള്ള ഓർഡറുകൾക്കെതിരായിട്ടുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത് 25Aയിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, കുറേ ചോദ്യങ്ങൾ പുതുതായിട്ടുള്ളതായിരിക്കും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കേട്ടു പോവുക. ഓക്കെ, അപ്പോൾ ചോദ്യങ്ങൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ കഴിയും. കാരണം ഇതിനകത്ത് സബ് ഇൻസ്പെക്ടറിൻ്റെ ടോപ്പിക്കുകളോട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ NDPS നിയമത്തിലെ 8A വകുപ്പിലെ ലംഘനത്തിനുള്ള ശിക്ഷയെ പറ്റി പരാമർശിച്ചിട്ടുള്ളത് ഏത് വകുപ്പിലാണ്? NDPS നിയമത്തിലെ 8A വകുപ്പിലെ ലംഘനത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നത് ഏത് വകുപ്പിനകത്താണ് എന്നാണ് നമ്മുടെ 81ാമത്തെ ചോദ്യം. അപ്പോൾ 81ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം നിങ്ങൾക്ക് കിട്ടിയോ? ഏതാണ്? ഓപ്ഷൻ സി ആണ്. 27B ആണ് അല്ലേ? 27Bയിലാണ് എന്ത് ചെയ്യുന്നത്? NDPS നിയമത്തിലെ 8A വകുപ്പിലെ ലംഘനത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്നത് നമ്മുടെ NDPS ആക്ടിലെ സെക്ഷൻ 27B അനുസരിച്ചാണെന്ന് അറിഞ്ഞിരിക്കുക. 27B അനുസരിച്ചിട്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാൻ. നമ്മുടെ 82ാമത്തെ ചോദ്യമാണ്. NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അവരുടെ ചികിത്സ, വിദ്യാഭ്യാസം, പുനരധിവാസം എന്നിവയ്ക്ക് അനുയോജ്യമായ നിരവധി സെന്ററുകൾ സ്ഥാപിക്കാൻ ഗവൺമെന്റിന് അധികാരം നൽകുന്നത്? ശ്രദ്ധിക്കുക, NDPS ആക്ട് നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള വ്യക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ചികിത്സ, വിദ്യാഭ്യാസം, പുനരധിവാസം എന്നിവയ്ക്ക് അനുയോജ്യമായ നിരവധി സെന്ററുകൾ സ്ഥാപിക്കാൻ ഗവൺമെന്റിന് അധികാരം നൽകുന്നത്? ഏത് വകുപ്പ് NDPS ആക്ടിലെ ഏത് സെക്ഷൻ അനുസരിച്ചിട്ടാണെന്നാണ് നമ്മുടെ 82ാമത്തെ ചോദ്യം. ഇത് പറയുന്നത് സെക്ഷൻ 71 ആണ് കേട്ടോ. സെക്ഷൻ 71 ആണ്. അടുത്ത 83ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. NDPS ആക്ട് പ്രകാരം
ഒരിക്കൽ കുറ്റകൃത്യം ചെയ്ത് ശിക്ഷിക്കപ്പെട്ട ആൾ രണ്ടാമതും കുറ്റകൃത്യം ആവർത്തിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? നമ്മൾ പഠിച്ചതാണ് NDPS ആക്ടിലെ പ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്ത് ശിക്ഷിക്കപ്പെട്ടാൽ രണ്ടാമതും കുറ്റം ആവർത്തിച്ചാൽ ആ ശിക്ഷയ്ക്ക് നൽകുന്ന എന്നുവെച്ചാൽ ഒരു കുറ്റകൃത്യം ആവർത്തിച്ചു എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊക്കൈൻ കടത്തുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പുള്ളിയെ പിടിച്ചു, എന്നിട്ട് വീണ്ടും കൊക്കൈൻ കടത്തുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ശിക്ഷ കൊടുക്കാമെന്ന് പരാമർശിക്കുന്ന NDPS ആക്ടിലെ സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ 83ാമത്തെ ചോദ്യം. അത് വരുന്നത് സെക്ഷൻ 31 അല്ലേ? 31 നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് സെക്ഷൻ അതിൻ്റെ കുറ്റം അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യം കൊടുത്ത ശിക്ഷയുടെ 1.5 ഇരട്ടിയായിരിക്കും അല്ലേ? 1.5 ഇരട്ടിയായിരിക്കും. അടുത്ത് പറയുന്നത് എന്താണ്? 84ാമത്തെയാണ്. NDPS നിയമപ്രകാരം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലം എന്നുള്ളവയിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു? NDPS ആക്ട് പ്രകാരം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലം എന്നുള്ളതിൽ ഏതൊക്കെ വരുന്നു? വീട്, മൃഗം, വാഹനം, സ്ഥലം, ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്? നമുക്കറിയാം NDPS ആക്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലം എന്നുള്ളവയിൽ വീട് വരുന്നുണ്ട്, മൃഗം വരുന്നുണ്ട്, വാഹനം വരുന്നുണ്ട്, സ്ഥലം വരുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഓപ്ഷൻ എ ആണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത് നമുക്ക് 85ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 85ാമത്തെ ചോദ്യം ഇതാണ്: NDPS ആക്ടിലെ ഏത് അധ്യായത്തിലാണ് കുറ്റവും അതിന് നൽകേണ്ട ശിക്ഷയും വിശദമാക്കിയിരിക്കുന്നത്? NDPS ആക്ടിലെ ഏത് അധ്യായത്തിലാണ് കുറ്റവും അതിന് നൽകേണ്ട ശിക്ഷയെയും കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്? ഒന്ന് പറഞ്ഞേ. നമ്മൾ പഠിച്ചതാണ് ചാപ്റ്റർ 4-നകത്താണ് അല്ലേ? അത് ഓൾറെഡി ആദ്യമേ പറയുന്നതാണ്. NDPS ആക്ടിലെ ചാപ്റ്റർ 4-നകത്താണ് കുറ്റവും അതിന് നൽകേണ്ട ശിക്ഷയെയും കുറിച്ച് പരാമർശിക്കുന്നത്. ചാപ്റ്റർ 4-നകത്താണ്. അടുത്ത ചോദ്യം: നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ സെക്ഷൻ 25-ൽ പ്രതിപാദിക്കുന്നത് എന്താണ്? NDPS ആക്ടിലെ സെക്ഷൻ 25-ൽ പ്രതിപാദിക്കുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 25-ൽ എന്താണ് പറയുന്നത്? ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് ഉള്ള പരിസരവും മറ്റും ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനുള്ള ശിക്ഷ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. NDPS ആക്ടിലെ സെക്ഷൻ 25 എന്നാണ് പറയുന്നത് ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് പരിസരവും മറ്റും ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനുള്ള ശിക്ഷയാണ്. 87ാമത്തെ ചോദ്യം: NDPS ആക്ട് ഭേദഗതി ബില്ല് 2014 ലോക്സഭയിൽ പാസ്സാക്കിയത് എന്നാണ് ചോദ്യം. 2014 ലോക്സഭയിൽ എന്നാണ് പാസ്സാക്കിയത് എന്നാണ് നമ്മുടെ 87ാമത്തെ ചോദ്യം. ഒന്ന് പറഞ്ഞേ, ലോക്സഭയിൽ എപ്പോഴാണ് പാസ്സാക്കിയത്? കിട്ടിയോ? 2014 ഫെബ്രുവരി 20-നാണ് അല്ലേ? അപ്പോൾ NDPS ആക്ടിൻ്റെ ഭേദഗതി ബില്ല് 2014 ലോക്സഭയിൽ പാസ്സാക്കിയത് ഫെബ്രുവരി 20-നാണ്. 2014 ഫെബ്രുവരി 20-നാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നമ്മുടെ 88ാമത്തെ ചോദ്യം ഇതാണ്: മറ്റൊരു സംസ്ഥാനത്തിനും കേരളത്തിലേക്ക് ചെറിയ അളവിൽ കഞ്ചാവ് കടത്തുന്ന വ്യക്തിക്ക് NDPS ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമായിരിക്കും ശിക്ഷ ലഭിക്കുക? ചോദ്യം ശ്രദ്ധിക്കുക. മറ്റൊരു സംസ്ഥാനത്തിൽ നിന്നും കേരളത്തിലേക്ക് ചെറിയ അളവിൽ കഞ്ചാവ് കടത്തുന്ന വ്യക്തിക്ക് NDPS ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമായിരിക്കും ശിക്ഷ ലഭിക്കുക എന്നാണ് നമ്മുടെ 88ാമത്തെ ചോദ്യം. ഏത് വകുപ്പ് പ്രകാരമായിരിക്കും അറിയാമോ? സെക്ഷൻ 20B-ലെ 2A പ്രകാരമായിരിക്കും കേട്ടോ. 20B-ലെ 2A പ്രകാരമായിരിക്കും മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് ചെറിയ അളവിൽ കയറ്റിയാലും അതെന്താണ്? NDPS ആക്ടിലെ വകുപ്പ് പ്രകാരം ശിക്ഷാർഹമാണ്. ലഹരിക്ക് അടിമപ്പെട്ടയാൾ എന്നതിൻ്റെ നിർവചനം നൽകിയിരിക്കുന്ന NDPS നിയമത്തിലെ വകുപ്പ് ഏതാണ്? ലഹരിക്ക് അടിമപ്പെട്ടയാൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിനുള്ള നിർവചനം നൽകിയിട്ടുള്ള NDPS ആക്ടിലെ വകുപ്പ് ഏതെന്നാണ് നമ്മുടെ 89ാമത്തെ ചോദ്യം. അറിയാമോ? അത് സെക്ഷൻ 2I ആണെന്ന് അറിഞ്ഞിരിക്കുക. 2I ആണ്. 2 അല്ലെങ്കിൽ 21 എന്ന് പറയാം. നമുക്ക് 21 ഉണ്ട്, 22, 23, 24 എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലഹരിക്ക് അടിമപ്പെട്ട ആൾ എന്നതിൻ്റെ നിർവചനം നൽകിയിട്ടുള്ള NDPS ആക്ടിലെ വകുപ്പ് ചോദിച്ചാൽ 21 ആണ് കേട്ടോ. 21 ആണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ് എന്ത്? സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട ലംഘനത്തിനുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട ലംഘനത്തിനുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? അറിയാമോ? അത് സെക്ഷൻ 22 ആണ് കേട്ടോ. അപ്പോൾ സൈക്കോട്രോപിക് പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട ലംഘനത്തിനുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 22 ആണ്. അടുത്ത ചോദ്യം: വാറണ്ട് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിൽ കൂടാതെ അയാളെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുവാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന CRPCയിലെ സെക്ഷൻ ഏതാണ്? വാറണ്ട് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിൽ കൂടുതൽ സമയം അയാളെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുവാൻ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന CRPCയിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 57 ആണ് അല്ലേ? സെക്ഷൻ 57 ആണ് എന്ത് ചെയ്യുന്നത്? ഒരാളെ 24 മണിക്കൂറിൽ കൂടുതൽ അറസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്ന CRPCയിലെ സെക്ഷനാണ് സെക്ഷൻ 57. പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് താൻ തിരഞ്ഞെടുക്കുന്ന വക്കീലിനെ കാണാനുള്ള അധികാരം നൽകുന്ന CRPC സെക്ഷൻ. നമ്മൾ പറഞ്ഞു വക്കീൽ എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ്, വക്കീൽ, അഡ്വക്കേറ്റ്, D ഫോർ അഡ്വക്കേറ്റ്. സോ ദാറ്റ് ഈസ് 41D ആണ് അല്ലേ? 41D ആണ് അഡ്വക്കേറ്റിനെ കുറിച്ച് പരാമർശിക്കുന്നത്.
അടുത്ത ചോദ്യം എന്താണ്? CRPCയിലെ സെക്ഷൻ 2H എന്താണ് പറയുന്നത്? 2H അനുസരിച്ച് അന്വേഷണമാണ് അല്ലേ? അന്വേഷണത്തെക്കുറിച്ച് പറയുന്നതാണ് 2H. ഇതനുസരിച്ച് അന്വേഷണം എന്ന നടപടി നിർവഹിക്കുന്നത് ആരാണ്? നമുക്കറിയാം അന്വേഷണം ആരാണ് ചെയ്യുന്നത്? ആരാണ്? പരാതിപ്പെട്ട ആളാണോ? മജിസ്ട്രേറ്റ് ആണോ? പോലീസാണ് അല്ലേ? പോലീസാണ്. ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം CRPCയിലെ സെക്ഷൻ 161 വിഷയം എന്താണ്? CRPCയിലെ സെക്ഷൻ 161 വിഷയം എന്താണ്? എന്താണ് CRPCയിലെ സെക്ഷൻ 161 എന്താണ് പറയുന്നത്? കിട്ടിയോ? സാക്ഷികളുടെ പോലീസ് വിസ്താരം അല്ലേ? ഓപ്ഷൻ ഡി ആണ്. സാക്ഷികളുടെ പോലീസ് വിസ്താരത്തെക്കുറിച്ചാണ് 161 പറയുന്നത്. CRPCയിൽ പ്രകാരം അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് യൂണിഫോമും തിരിച്ചറിയൽ കാർഡും ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ഏത് സെക്ഷനിലാണ്? അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള നടപടിക്രമം അല്ലേ? അപ്പോൾ പുള്ളിക്കാരന് എന്തുണ്ടായിരിക്കണം? ഒരു നെയിം പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നത് ഏത് സെക്ഷൻ അനുസരിച്ചാണ്? അത് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. 41B ആണ് അല്ലേ? 41B ആണ്. അടുത്ത വരുന്നത് എന്താണ്? CRPCയിലെ 180 പ്രതിപാദിക്കുന്ന എന്താണ്? CRPCയിലെ 180 പ്രതിപാദിക്കുന്ന എന്താണ്? കൃത്യം മറ്റു കുറ്റവുമായുള്ള ബന്ധം കാരണം കുറ്റമാകുന്ന സന്ദർഭങ്ങളിലുള്ള വിചാരണയ്ക്കുള്ളിട. ഞാൻ പറഞ്ഞു എ എന്ന് പറയുന്ന കുറ്റവും ബി എന്ന് പറയുന്ന കുറ്റവും പിന്നെ സി എന്ന് പറയുന്ന ഒരു കുറ്റവും അല്ലെങ്കിൽ ABC അല്ലെ ഇപ്പോൾ എയും ബിയും അല്ലെങ്കിൽ എ കാരണം ഒരു കുറ്റം ബിയിലുണ്ടാവുന്നു, അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് സിയിലും ഒരു കുറ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? കൃത്യം മറ്റു കുറ്റവുമായുള്ള ബന്ധം കാരണം കുറ്റമാകുന്ന സന്ദർഭങ്ങളിൽ വിചാരണയ്ക്കുള്ള സ്ഥലം ഏത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. നമ്മളിതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അടുത്ത ചുവടെ പറയുന്നവയിൽ CRPCയിൽ 62 പ്രകാരം കോടതി അയക്കുന്ന സമൻസ് വസ്തുത വ്യക്തിക്ക് എത്തിച്ചു കൊടുക്കാനുള്ള അധികാരം ഇല്ലാത്തതാർക്കെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഏത് വ്യക്തിക്കാണ് ഈ സമൻസ് എത്തിക്കാനുള്ള അധികാരം ഇല്ലാത്തത് എന്നാണ് നമ്മുടെ 97ാമത്തെ ചോദ്യം. നമുക്കറിയാം പോലീസ് ഉദ്യോഗസ്ഥനും പബ്ലിക് സർവൻറ്റിനും സമൻസ് പുറപ്പെടുവിക്കുന്ന കോടതിയിലെ ഉദ്യോഗസ്ഥനുമൊക്കെ അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ വാർഡ് മെമ്പറിന് ഇതിൻ്റെ 7 ഇലത്തോലും കൊണ്ടുവരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വാർഡ് മെമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ശരി ഉത്തരമായിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ സമൻസ് എത്തിക്കാനുള്ള അധികാരം പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, പബ്ലിക് സർവൻറ്റിനുണ്ട്, സമൻസ് പുറപ്പെടുവിക്കുന്ന കോടതിയിലെ ഉദ്യോഗസ്ഥനും അതിനുള്ള അധികാരമുണ്ട്. CRPCയിലെ സെക്ഷൻ 160 പറയുന്നത് എന്താണ്? CRPCയിലെ സെക്ഷൻ 160 പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ 160 പറയുന്ന കാര്യത്തിനെ കുറിച്ച്. എന്താണ്? കേസുമായി ബന്ധപ്പെട്ട സാക്ഷികൾ തൻ്റെ മുന്നിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുള്ള പോലീസിൻ്റെ അധികാരമാണെന്ത്? 160. അടുത്ത ചോദ്യം 99ാമത്തെ ചോദ്യമാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വിവരം മെമ്മോ തയ്യാറാക്കി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഒരു ബന്ധുവിനെയും സുഹൃത്തിനെയും അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി അറിയിക്കണം എന്ന് അനുശാസിക്കുന്ന CRPCയിലെ സെക്ഷൻ ഏതാണ്? ഓക്കെ, അപ്പോൾ നമുക്കറിയാം മെമ്മോ തയ്യാറാക്കണമെന്നും അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കാര്യങ്ങളൊക്കെ അറിയിക്കണമെന്നൊക്കെ പറയുന്നത് ഏത് CRPCയിലെ സെക്ഷൻ അനുസരിച്ചാണെന്നാണ് 99ാമത്തെ ചോദ്യം. ഏത് സെക്ഷനാണ്? 41B ആണ് അല്ലേ? 41B ആണ്. 100ാമത്തെ ചോദ്യമാണ്. CRPCയിലെ 154 പ്രകാരം ശരിയായിട്ടുള്ളത് ഏതാണ്? 154 CRPCയിലെ സെക്ഷൻ 154 പ്രകാരമുള്ള ശരിയായിട്ടുള്ള വസ്തുതകൾ ഏതൊക്കെയെന്നാണ്? ലൈംഗികാതിക്രമത്തിന് ഇരയായത് ശാരീരിക മാനസിക വൈകല്യമുള്ളവരാണെങ്കിൽ അവരുടെ മൊഴി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഓർ ഇൻ്റർപ്രറ്ററിൻ്റെ മുഖേന രേഖപ്പെടുത്തേണ്ടതാണ്. ഇത്തരത്തിൽ മൊഴി എടുക്കുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന 154മായി ബന്ധപ്പെട്ട ഇതിൽ പറയുന്ന ഏത് ഓപ്ഷനാണ് ഇതിൽ ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് തെറ്റായിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അറിയാമോ? ഈ പറയുന്നവയിൽ 2 ഓപ്ഷനും ശരി ഉത്തരം തന്നെയാണ്. കാര്യം ലൈംഗികാതിക്രമത്തിന് ഇരയായത് ശാരീരിക മാനസിക വൈകല്യമുള്ളവരാണെങ്കിൽ അവരുടെ മൊഴി എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്? സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ മുഖേനയാണ് എന്ത് ചെയ്യുന്നത്? ഇത് രേഖപ്പെടുത്തേണ്ടത്. മാത്രമല്ല ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് നൽകുന്ന മൊഴിയെ വീഡിയോ എടുത്ത് സൂക്ഷിക്കേണ്ടതും കൂടിയാണെന്ന് പറയുന്നത് 184-ാണ്. CRPC പ്രകാരം കുറ്റസമ്മതം സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? CRPC പ്രകാരം കുറ്റസമ്മതം സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്ന് വായിച്ചു നോക്കിയേ. കുറ്റസമ്മതം സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണെന്ന്. നമുക്കറിയാം കുറ്റസമ്മതം ആരുടെ മുന്നിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ? മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ മാത്രമേ രേഖപ്പെടുത്താവൂ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ശരി ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ CRPC പ്രകാരം കുറ്റസമ്മതം ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? മജിസ്ട്രേറ്റിന് മുന്നിൽ മാത്രമേ കുറ്റസമ്മതം രേഖപ്പെടുത്താൻ പാടുള്ളൂ. അടുത്ത ചോദ്യം എന്താണ്? 102ാമത്തെയാണ്. CRPCയിൽ 66 പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥനാണ് സമൻസ് നൽകേണ്ടതെങ്കിൽ സമൻസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സഹിതം ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്? അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണല്ലേ. ഒന്ന് പറഞ്ഞ് CRPC പ്രകാരം 66 പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥനാണ് സമൻസ് നൽകേണ്ടതെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സഹിതം ആർക്കാണ് അയച്ചു കൊടുക്കേണ്ടത്? അത് സർക്കാർ ഉദ്യോഗസ്ഥന് ജോലി ചെയ്യുന്ന ഓഫീസിലെ മേലധികാരിക്കാണ് അല്ലേ? സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്ന ഓഫീസിലെ മേലധികാരിക്കാണ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സമൻസ് അയച്ചു കൊടുക്കേണ്ടത്.
അടുത്ത് പറയുന്ന 103-ാമത്തെ ചോദ്യം, സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്തിയില്ല എങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അയാളുടെ കുടുംബത്തിലെ മുതിർന്ന പുരുഷന് സമൻസ് നൽകാവുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന CRPCയിലെ സെക്ഷൻ ഏതാണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ രവി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് സമൻസ് അയക്കുന്നു, പക്ഷേ രവിയെ കാണാനില്ല എങ്കിൽ രവിയുടെ അച്ഛൻ എന്ത് ചെയ്യാം? സമൻസ് ഒപ്പിട്ട് വാങ്ങിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ 103-ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം എന്താണ്? സെക്ഷൻ 64-നകത്താണ് അല്ലേ. സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അയാളുടെ കുടുംബത്തിലെ മുതിർന്ന പുരുഷന് സമൻസ് നൽകാവുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന CRPCയിലെ സെക്ഷൻ ചോദിച്ചാൽ അത് 64ആണെന്ന് അറിഞ്ഞിരിക്കുക. CRPC സെക്ഷനിലെ 183-ൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? CRPC സെക്ഷനിലെ 183-ൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? 183 അറിയാമോ? യാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് ചെയ്യുന്ന കുറ്റകൃത്യം അല്ലേ. നമ്മുടെ CRPCയിലെ ലാസ്റ്റ് സെക്ഷൻ ആയിരുന്നു. യാത്രയിലോ സമുദ്രയാത്രയിലോ വെച്ച് ചെയ്യുന്ന കുറ്റകൃത്യമാണ് സെക്ഷൻ 183 അല്ലേ, 183. അടുത്ത ചോദ്യം, CRPC സെക്ഷനിലെ 64 പ്രകാരം സമൻസ് കൈപ്പറ്റേണ്ട ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രസ്തുത ഉദ്യോഗസ്ഥന് ചെയ്യാവുന്ന കാര്യം എന്താണ്? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്താണ്? സമൻസ് കൈപ്പറ്റേണ്ട ആൾക്ക് പകരം അയാളുടെ കുടുംബത്തിലെ അയാൾക്കൊപ്പം താമസിക്കുന്ന പ്രായപൂർത്തിയായ ഏതെങ്കിലും ഒരു പുരുഷന് അല്ലെങ്കിൽ മുതിർന്ന പൗരന് ഈ 2 പകർപ്പുകളിൽ ഒന്ന് നൽകി ഒപ്പിട്ട് വാങ്ങിക്കേണ്ടതാണ് അല്ലേ. ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത 106-ാമത്തെ ചോദ്യം, അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ പരിശോധന നടത്തുന്ന മെഡിക്കൽ ഓഫീസർ പരിശോധനാ റിപ്പോർട്ടിൻ്റെ ഒരു പകർപ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കോ അയാൾ നാമനിർദ്ദേശം ചെയ്യുന്ന മറ്റൊരാൾക്കോ അയച്ചു കൊടുക്കണം എന്ന് പ്രതിപാദിക്കുന്ന CRPCയിലെ സെക്ഷൻ ഏതാണ്? ഇപ്പോൾ ഒരാളെ ദേഹപരിശോധനയ്ക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ ഓഫീസർ പരിശോധിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി ഒന്നിൽ ആ വ്യക്തിക്ക് കൊടുക്കുക, ഓറൽസ് എന്ത് ചെയ്യുക, വ്യക്തി പറയുന്ന ഒരാൾക്ക് അയച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്ന CRPCയിലെ വകുപ്പ് ഏതെന്നാണ് നമ്മുടെ 106-ാമത്തെ ചോദ്യം. ശരി ഉത്തരം ഏതാണ്? സെക്ഷൻ 84 അല്ലേ, 84. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ CRPCയുമായി ബന്ധപ്പെട്ട ശരിയായത് ഏതാണ്? താഴെ പറയുന്നവയിൽ CRPCയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് 107-ാമത്തെ ചോദ്യം. ഏതാണ് ഈ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ത്രീയെ ദേഹപരിശോധന നടത്തുന്നത് യോഗ്യമായ രീതിയിൽ മറ്റൊരു സ്ത്രീ ആയിരിക്കണം. കറക്റ്റാണ്. അതുപോലെ തന്നെ വാക്കാലോ പ്രവൃത്തിയാലോ കസ്റ്റഡിയിൽ കീഴടങ്ങിയ ഒരു വ്യക്തിയെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ബലമായി പിടിച്ച് അറസ്റ്റ് ചെയ്യുകയോ തടഞ്ഞു വയ്ക്കുകയോ ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 പോയിന്റുകളും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ് കേട്ടോ. Aയും Bയും എന്ത് തന്നെയാണ്? ശരിയാണ്. വാക്കാലോ പ്രവൃത്തിയാലോ കസ്റ്റഡിയിൽ കീഴടങ്ങാത്തൊരു വ്യക്തിയെ എന്ത് ചെയ്യാം? പോലീസ് ഉദ്യോഗസ്ഥന് ബലമായി പിടിച്ച് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീയെ ദേഹപരിശോധന നടത്തേണ്ടത് മറ്റൊരു സ്ത്രീ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ Aയും Bയും ഇതിനകത്ത് എന്താണ്? എക്സാക്ട്ലി ശരി ഉത്തരം തന്നെയാണ്. അടുത്ത 108-ാമത്, താഴെ പറയുന്നവയിൽ CRPCയുമായി ബന്ധപ്പെട്ട തെറ്റായ സെക്ഷനുകൾ ഏതാണ്? താഴെ പറയുന്നവയിൽ CRPCയുമായി ബന്ധപ്പെട്ട തെറ്റായ സെക്ഷനുകൾ ഏതെന്നാണ് നമ്മുടെ 108-ാമത്തെ ചോദ്യം. അപ്പോൾ നോക്കിയേ, തെറ്റായിട്ടുള്ള സെക്ഷൻസ് ഏതാണ്? ഇതിനകത്ത് 2X പറയുന്നുണ്ട്, 43 പറയുന്നുണ്ട്, 57 പറയുന്നുണ്ട്, 161 പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദ്യങ്ങൾ വായിച്ചു ഉത്തരം കണ്ടെത്തി എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ തെറ്റായിട്ട് വരുന്നത് ഏതാണെന്നറിയാമോ? 1, 3, 4 എന്താണ് ഈ പറയുന്നവയിൽ തെറ്റായിട്ട് വരുന്ന സെക്ഷൻസ് ആണ് കേട്ടോ. കാര്യം നമുക്കറിയാം 1, 3, 4 ഇതിൽ ശരിയായിട്ട് പറയുന്നത് നമ്മുടെ 43 മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പറയുന്ന സ്വകാര്യ വ്യക്തിയാലുള്ള അറസ്റ്റും അങ്ങനെയുള്ള അറസ്റ്റ് ചെയ്താലുള്ള നടപടിക്രമത്തെയും കുറിച്ച് പറയുന്നത് 43-ലാണെന്ന് പറയുന്ന പോയിന്റ് മാത്രമാണ് നമ്മുടെ 108-ാമത്തെ ചോദ്യത്തിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. ബാക്കി പറയുന്ന 1, 3, 4 എന്ത് തന്നെയാണ്? ഇതിനകത്ത് തെറ്റുത്തരം തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ B ആണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അടുത്ത ചോദ്യം നമുക്ക് 109-ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 109-ാമത്തെ ചോദ്യം ഇതാണ്. നമ്മളിതൊക്കെ പല വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിത് ഓവറായിട്ട് ബാക്കി എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും പറഞ്ഞു പോകാത്തത്. നമുക്ക് കാര്യം ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ട്. അടുത്ത് നമുക്ക് CRPCയിലെ സെക്ഷൻ 57 പ്രതിപാദിക്കുന്നത് എന്ത് എന്നാണ് അറിയേണ്ടത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യം സംശയം വരുന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? റാങ്ക് ഫയൽ വെച്ചൊന്ന് റെഫർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 109-ാമത്തെ ചോദ്യം ഇതാണ്. CRPCയിലെ 54-ൽ പ്രതിപാദിക്കുന്നത് എന്താണ്? CRPCയിലെ സെക്ഷൻ 54-ൽ പ്രതിപാദിക്കുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 54-ൽ പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നതാണ് അല്ലേ. CRPCയിൽ 54-ൽ പറയുന്നത് എന്താണ്? അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് CRPCയിലെ സെക്ഷൻ 54-ാണ്. അടുത്ത ചോദ്യം, CRPCയിലെ സെക്ഷൻ 57 പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വയ്ക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? CRPCയിലെ സെക്ഷൻ 57 പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര മണിക്കൂറിൽ കൂടുതൽ തടങ്കലിൽ വയ്ക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 24 മണിക്കൂറിൽ കൂടുതലാണ് അല്ലേ. 24 മണിക്കൂറിൽ കൂടുതൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ തടങ്കലിൽ വയ്ക്കരുതെന്ന് പറയുന്നത് CRPCയിലെ സെക്ഷൻ 57 ആണെന്ന് അറിഞ്ഞിരിക്കുക. CRPCയിലെ സെക്ഷൻ 2W-ൽ പ്രതിപാദിക്കുന്നത് എന്താണ്? CRPCയിലെ സെക്ഷൻ 2W-ൽ പ്രതിപാദിക്കുന്നത് എന്താണ്? ഒന്ന് പറഞ്ഞേ. CRPCയിലെ 2W-ൽ പ്രതിപാദിക്കുന്നത് എന്താണ്?
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമൻസ് കേസുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 2W അല്ലേ, സമൻസ് കേസുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 2W. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ശരി ഉത്തരമായിട്ട് വരേണ്ടത്. സമൻസ് കേസുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് 2W. അടുത്ത ചോദ്യം 112ാമത്തെ ചോദ്യമാണ്. വാറണ്ട് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിൽ കൂടുതൽ അയാളെ കസ്റ്റഡിയിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷൻ, ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 12ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം സെക്ഷൻ 57ആണ്. എന്താണ് വാറണ്ട് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിൽ കൂടുതൽ അയാളെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 57-നകത്താണ്. അടുത്തത് 113ാമത്തെ ചോദ്യം. CRPC പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ അധികാരമില്ലാത്ത വ്യക്തി ആരാണ്? CRPC പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യാൻ അധികാരം ഇല്ലാത്ത വ്യക്തി ആരെന്നാണ് നമ്മുടെ 113ാമത്തെ ചോദ്യം. അപ്പോൾ നോക്കി സായുധ സേന ഉദ്യോഗസ്ഥൻ, സ്വകാര്യ വ്യക്തി, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ഈ പറയുന്നതിൽ ആർക്കാണ് CRPC പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ലാത്ത വ്യക്തി ആരാണ്? 113ാമത്തെ ചോദ്യമാണ്. നമുക്കറിയാം സായുധ സേന ഉദ്യോഗസ്ഥനാണ് അല്ലേ, പക്ഷേ അതിനെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നില്ല. ഇതിനകത്ത് പറയുന്നത് നമ്മുടെ സ്വകാര്യ വ്യക്തിയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണ് എന്ത് ചെയ്യാം CRPC പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള വ്യക്തികൾ ഇവരും 3 പേരുമാണ്. സായുധ സേന ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞിട്ട് പട്ടാളക്കാരൻ വന്നിട്ട് ഒരിക്കലും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അടുത്ത് 114ാമത്തെ ചോദ്യം. കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിൻ്റെ സെക്ഷൻ 2H പ്രകാരം കേസിന് വേണ്ടിയുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആരാണ്? CRPCയിലെ സെക്ഷൻ 2H അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം എന്താണ് കേസിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? നമുക്കറിയാം, വളരെ സിമ്പിളാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കേസിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടത് പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെയാണ്. 115ാമത്തെ ചോദ്യം. സാധാരണ അല്ലെങ്കിൽ അസാധാരണ സാഹചര്യങ്ങളിൽ ഒഴികെ ഒരു സ്ത്രീയെയും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുൻപും എന്ത് ചെയ്യാൻ പാടില്ല, അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതും അത്തരം അസാധാരണ സാഹചര്യത്തിൽ അവരെ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കേണ്ടതുമാണ് എന്ന് പ്രതിപാദിക്കുന്ന CRPC വകുപ്പ് ഏതാണ്? സ്ത്രീയെ സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുൻപ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം എന്ന് പറയുന്ന CRPCയിലെ സെക്ഷൻ ഏതെന്നാണ് 115ാമത്തെ ചോദ്യം. ഏതാണ് ശരി ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. 46-4 അല്ലേ, 46-4. ഓക്കെ. അടുത്ത 116ാമത്തെ ചോദ്യം. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ ദേഹപരിശോധനയുമായി ബന്ധപ്പെട്ട CRPCയിലെ വകുപ്പ് ഏതാണ്? അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ ദേഹപരിശോധനയുമായി ബന്ധപ്പെട്ട CRPCയിലെ വകുപ്പ് ഏതെന്നാണ് 116ാമത്തെ ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. സെക്ഷൻ 81 അല്ലേ. സെക്ഷൻ 81 അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ ദേഹപരിശോധനയുമായി ബന്ധപ്പെട്ട CRPCയിലെ വകുപ്പ് എന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 51 അറിഞ്ഞിരിക്കുക. 51. അടുത്ത ചോദ്യം 117ാമത്തെ ചോദ്യമാണ്. ക്രിമിനൽ നടപടിക്രമം അല്ലെങ്കിൽ CRPCയിലെ ക്രിമിനൽ നടപടി നിയമസംഹിത 1973 പ്രകാരം തെറ്റായ പ്രസ്താവന ഏതാണ്? 2A ജാമ്യം അനുവദിക്കേണ്ട കുറ്റം, 2C കുറ്റം, 2H അന്വേഷണം, 2L എന്ന് പറയുന്നത് കോഗ്നിസിബിൾ അല്ലാത്ത കുറ്റം. 2L ആണ് കേട്ടോ, 2L കേട്ടോ, 2I അല്ല, 2L ആണ്. അപ്പോൾ ഈ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് 117ാമത്തെ ചോദ്യം. ശരി ഉത്തരം പറഞ്ഞേ. ഇതിൽ 2C മാത്രമാണ് അല്ലേ. 2Cയിൽ കൊഗ്നിസിബിൾ കുറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 2Cയിൽ കൊഗ്നിസിബിൾ കുറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ 2ൽ രണ്ടാമത്തെ മാത്രമാണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത്. 2A എന്ന് പറയുന്നത് ജാമ്യം അനുവദിക്കേണ്ടത് തന്നെയാണ്. 2H എന്ന് പറഞ്ഞാൽ അന്വേഷണമാണ്. 2L എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഗ്നിസിബിൾ അല്ലാത്ത നോൺ കൊഗ്നിസിബിൾ കുറ്റങ്ങളെക്കുറിച്ച് പറയുന്നതാണ് 2L. ഓക്കെ. 2N കുറ്റം വരുന്നത്. 2N ആണ് കുറ്റം. 2C എന്താണ്? കൊഗ്നിസിബിൾ കുറ്റമാണ്. അടുത്ത 118ാമത്തെ ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? അപ്പോൾ ഇതിനകത്ത് സെക്ഷൻ 51, 54, 55, 167 പറയുന്നുണ്ട്. ഈ പറയുന്ന സെക്ഷൻസിലെ ഈ പറയുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് 118നകത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് വായിച്ച ശേഷം ശരി ഉത്തരം പറയാനായിട്ട് ശ്രമിച്ചേ. ഈ പറയുന്നവയിൽ ഒന്നാമത്തത് എന്ന് പറയുമ്പോഴത്തേക്കും CRPC 51 അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ പരിശോധിക്കുന്നത് ശരിയാണ്. അടുത്ത രണ്ടാമത്തത് CRPC 54 അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്നത് ശരിയാണ്. 55 പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. 54 പറഞ്ഞിരിക്കുന്നത് എന്താ? അടുത്ത നാലാമത്തെ ഓപ്ഷൻ CRPCയിലെ 167 അന്വേഷണം 24 മണിക്കൂറിൽ പൂർത്തിയാക്കാതിരുന്നാലുള്ള നടപടിക്രമത്തെക്കുറിച്ച് പറയുന്നതാണ് എന്ത്? 164 1ഉം 2ഉം 4ഉമാണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ. അടുത്ത 119ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. CRPCയിലെ 2N, 2W, 2X, അതുപോലെ തന്നെ CRPCയിലെ സെക്ഷൻ 44. അപ്പോൾ ഈ പറയുന്നവയിൽ ചേരുംപടി ചേർക്കാനാണ് നമ്മുടെ 119ാമത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ നമുക്കിത് ചേരുംപടി ചേർക്കാനായിട്ട് കഴിയും? ഒന്ന് പറഞ്ഞേ. കിട്ടിയോ? ഇതിൽ ഒന്നാമത്തത് 2N എന്ന് പറഞ്ഞാൽ എന്താണ്? 2N നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറ്റമാണ് അല്ലേ. 2N എന്ന് പറഞ്ഞാൽ കുറ്റമാണ്. ഓക്കെ. അതുപോലെ തന്നെ 2W എന്ന് പറഞ്ഞാൽ എന്താണ്? 2W
നമുക്കറിയാം 2W സമൻസ് കേസുകളെ കുറിച്ച് പറയുന്നതാണ് 2W. 2X എന്ന് പറഞ്ഞാൽ എന്താണ്? വാറണ്ട് കേസുകളാണ് അല്ലേ? വാറണ്ട് കേസ് 2X. സെക്ഷൻ 44 നമുക്കറിയാം മജിസ്ട്രേറ്റിനാണുള്ള അറസ്റ്റ് അല്ലേ? അപ്പോൾ മജിസ്ട്രേറ്റിനാണുള്ള അറസ്റ്റ് ആണെങ്കിൽ 44ആണ്. 2N കുറ്റമാണ്, W എന്ന് പറഞ്ഞാൽ സമൻസ് ആണ്, X എന്ന് പറഞ്ഞാൽ എന്താണ്? വാറണ്ട് ആണ്. ഈ പറയുന്നവയിൽ ഓപ്ഷൻ ബി ആണ് നമുക്ക് ശരി ഉത്തരമായിട്ട് മാർക്ക് ചെയ്യാനുള്ളത്. ഓപ്ഷൻ ബി ആണ്. അടുത്ത 120ാമത്തെ ചോദ്യം ഇതാണ്. CRPCയിലെ 41B വകുപ്പുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏതാണ്? CRPCയിലെ 41B വകുപ്പുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏതെന്നാണ് നമ്മുടെ 120ാമത്തെ ചോദ്യം. CRPC 41B അറസ്റ്റിൻ്റെ നടപടിക്രമങ്ങളെ പറ്റിയും അറസ്റ്റ് ചെയ്യുന്ന ഓഫീസറുടെ ചുമതലയും പറ്റി വിശദീകരിക്കുന്നു എന്ന് പറയുന്നു. ഈ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ അയാളുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന നെയിം പ്ലേറ്റ് ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 41B ബന്ധപ്പെടുത്തിയിട്ട് താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? നമുക്കറിയാം 1ഉം 2ഉം ശരി തന്നെയാണ് അല്ലേ? 1ഉം 2ഉം ശരി തന്നെയാണ്. കാര്യം 41B പറയുന്നത് അറസ്റ്റിൻ്റെ നടപടിക്രമങ്ങളെ പറ്റിയും അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഓഫീസറുടെ ചുമതലയും പറ്റി പറയുന്ന 41B തന്നെയാണ്. ഈ വകുപ്പ് പ്രകാരമാണ് പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ അയാളുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന നെയിം ബോർഡ് ധരിച്ചിരിക്കണമെന്ന് പറയുന്നത് 41B അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത 121ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ സൈബർ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ സൈബർ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2000 ജൂൺ 9 പറയുന്നുണ്ട്. ഇന്ത്യൻ സൈബർ നിയമം നിലവിൽ വന്നത് 2000 ഒക്ടോബർ 27 പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രസ്താവനകളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. നമുക്കറിയാം ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ഇന്ത്യൻ സൈബർ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2000 ജൂൺ 9 അല്ലേ? 2000 ജൂൺ 9 അടുത്ത 122ാമത്തെ ചോദ്യം ഇതാണ്. തന്നിരിക്കുന്ന IT ആക്ട് വകുപ്പുകളിൽ ഏത് വകുപ്പ് പ്രകാരം ചെയ്ത കുറ്റകൃത്യത്തിനാണ് ജാമ്യം ലഭിക്കാത്തത്? അപ്പോൾ നമുക്കറിയാം വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. സൈബർ ടെററിസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിനാണ് ഇതിനകത്ത് ജാമ്യം ലഭിക്കാത്തത്. സൈബർ കുറ്റകൃത്യം സൈബർ ടെററിസവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സെക്ഷൻ ചോദിച്ചാൽ അത് 66F ആണ് അല്ലേ? 66F ആണ്. IT ആക്ട് പ്രകാരം ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷ ഏതാണ്? IT ആക്ട് പ്രകാരം ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷ ഏതാണ്? അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഏറ്റവും ഉയർന്ന ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തമാണ് കേട്ടോ. വധശിക്ഷ എന്ന് പറയുന്ന സാധനം IT ആക്ടിനകത്ത് ഇല്ല. NDPS ആക്ടിനകത്താണെങ്കിൽ ഏറ്റവും വലുത് വധശിക്ഷയാണ്. IT ആക്ടിൽ ഏറ്റവും വലുത് ജീവപര്യന്തമാണ്. അടുത്ത ചോദ്യം. 2020 കേന്ദ്ര സർക്കാർ നിരവധി ചൈനീസ് ആപ്ലിക്കേഷൻസ് നിരോധിക്കുകയുണ്ടായി. IT ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണിത്? അപ്പോൾ ചൈനീസ് ആപ്ലിക്കേഷൻസ് ഒക്കെ നിരോധിച്ചത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമെന്നാണ് നമ്മുടെ 24ാമത്തെ ചോദ്യം. അത് 69A അനുസരിച്ചാണ് അല്ലേ? നമ്മൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്തതാണ്. 69A അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കേന്ദ്ര സർക്കാർ നിരവധി ചൈനീസ് ആപ്ലിക്കേഷൻസ് നിരോധിച്ചത് 69A അനുസരിച്ചിട്ടാണ്. പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട IT ആക്ടിലെ സെക്ഷൻ ഏതാണ്? സൈബർ പോണോഗ്രാഫി നമ്മൾ പഠിച്ചതാണ്. സൈബർ പോണോഗ്രാഫിയുമായി ബന്ധപ്പെട്ടത് 67A ആണ്. 67A ആണ് സൈബർ പോണോഗ്രാഫി. 67A ആണ് സൈബർ പോണോഗ്രാഫി. അടുത്ത ചോദ്യം. IT ആക്ട് 2000 ഉണ്ടായിരുന്ന ആദ്യം എന്ന് വെച്ചാൽ IT ആക്ട് 2000 ഉണ്ടായിരുന്ന ആകെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? IT ആക്ട് 2000 ഉണ്ടായിരുന്ന ആകെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? നമുക്കറിയാം 94 വകുപ്പുകളാണ് IT ആക്ട് 2000 ഉണ്ടായിരുന്നത്. IT ആക്ട് 2000 ആകെ 94 വകുപ്പുകളാണ് ഉണ്ടായിരുന്നത്. IT ആക്ടിലെ സെക്ഷൻ 66 പ്രകാരം കുറ്റം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ ഏതാണ്? IT ആക്ടിലെ സെക്ഷൻ 66 നമുക്കറിയാം ഹാക്കിങ്ങിനെയൊക്കെ കുറിച്ച് പറയുന്നതാണ് 66 അല്ലേ? അപ്പോൾ IT ആക്ടിലെ സെക്ഷൻ 66 പ്രകാരം കുറ്റം ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ഒന്ന് പറഞ്ഞേ. 127ാമത്തെ ചോദ്യം. നമുക്കറിയാം 3 വർഷം വരെ തടവോ 5 ലക്ഷം രൂപ പിഴയോ ആണല്ലേ? 3 വർഷം വരെ തടവോ അല്ലാന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വരെ പിഴയോ ആണെന്ത്? IT ആക്ടിലെ ഹാക്കിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറ്റകൃത്യമാണെങ്കിൽ അത് 3 വർഷം വരെ തടവോ അല്ലാന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ പിഴയോ ആണ്. നമ്മളത് പല പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കാര്യവുമാണ്. അടുത്ത നമുക്ക് 128ാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. 128ാമത്തെ ചോദ്യം ഇതാണ്. ഇൻ്റർനെറ്റിൽ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതി എന്താണ്? ഇൻ്റർനെറ്റിൽ എന്താണ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്നത് തടയുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് കേരള പോലീസ് ആരംഭിച്ച പ്രോഗ്രാം അല്ലെങ്കിൽ പദ്ധതിയുടെ പേരെന്തെന്നാണ് 128ാമത്തെ ചോദ്യം. എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്പറേഷൻ P ഹണ്ട് ആണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻ പോൺ ഹണ്ട് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓപ്പറേഷൻ P ഹണ്ട് ആണ്. അടുത്ത 129ാമത്തെ ഇതാണ്. സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് പരമാവധി എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും? സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് പരമാവധി എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും? കിട്ടിയോ? ഓപ്ഷൻ എ ആണ് 3 വർഷമാണ് അല്ലേ? സൈബർ നിയമം അനുസരിച്ച് കമ്പ്യൂട്ടർ ഹാക്കിങ്ങിന് പരമാവധി 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം.
അടുത്ത ഏതെങ്കിലും സ്വകാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ പേഴ്സണൽ ഡയറി, പ്രമാണം എന്നിവ ഒരാളുടെ സമ്മതമില്ലാതെ കൈവശപ്പെടുത്തുന്നത് കുറ്റകരമാണ് എന്ന് പ്രതിപാദിക്കുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ്? ഏതെങ്കിലും ഒരാളുടെ സ്വകാര്യ വസ്തുക്കൾ, പേഴ്സണൽ ഡയറി, പ്രമാണം എന്നിവ ഒരാളുടെ സമ്മതമില്ലാതെ കൈവശപ്പെടുത്തുന്നത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ്? നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. സെക്ഷൻ 72 അനുസരിച്ചാണ് അല്ലേ? സെക്ഷൻ 72 അനുസരിച്ചിട്ടാണ്. അടുത്ത ചോദ്യം, 2008 ഭേദഗതിക്ക് ശേഷം ഇന്ത്യൻ IT ആക്ടിൽ ആകെ ചാപ്റ്ററുകളുടെ എണ്ണം എത്രയാണ്? 2008 ഭേദഗതിക്ക് ശേഷം ഇന്ത്യൻ IT ആക്ടിലെ ആകെ ചാപ്റ്ററുകളുടെ എണ്ണം എത്രയാണ്? നമുക്കറിയാം 14 ചാപ്റ്ററുകളാണ്. IT ആക്ടിലെ ഭേദഗതിക്ക് ശേഷം നമ്മുടെ IT ആക്ടിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തതാണ്. IT ആക്ടിലെ ഭേദഗതിക്ക് ശേഷം 2008 ഭേദഗതിക്ക് ശേഷം ചാപ്റ്ററുകളുടെ എണ്ണം 14 ആണ്. അടുത്ത ചോദ്യം, തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർമ്മാണവും പ്രചാരണവും കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ ഏതാണ്? തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർമ്മാണവും പ്രചാരണവും കുറ്റകരമാണ് എന്ന് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് 73 ആണ് അല്ലേ? 73 എന്ത് ചെയ്യുന്നത്? തെറ്റായിട്ടുള്ള ഡിജിറ്റൽ സിഗ്നേച്ചറുകളുടെ നിർമ്മാണവും പ്രചാരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സെക്ഷൻ 73 ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം അല്ലെങ്കിൽ CERT നിലവിൽ വന്ന വർഷം ഏതാണ്? CERT നിലവിൽ വന്ന വർഷം ഏതാണ്? പഠിച്ചതാണ്. 2004 CERT നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, ഒരാളുടെ സ്വകാര്യതയിലേക്ക് സൈബർ സ്പേസ് വഴിയുള്ള കടന്നുകയറ്റം എന്താണ്? ഒരാളുടെ സ്വകാര്യതയിലേക്ക് സൈബർ സ്പേസ് വഴിയുള്ള കടന്നുകയറ്റം പ്രതിപാദിക്കുന്നത് IT ആക്ടിലെ ഏത് വകുപ്പാണ്? ഒരാളുടെ സ്വകാര്യതയിലേക്ക് സൈബർ സ്പേസ് വഴിയുള്ള കടന്നുകയറ്റം പ്രതിപാദിക്കുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ സി ആണ്. നമുക്കറിയാം 66E ആണ് അല്ലേ? ഒരാളുടെ സ്വകാര്യതയിലേക്ക് സൈബർ സ്പേസ് വഴിയുള്ള കടന്നുകയറ്റത്തെക്കുറിച്ച് പറയുന്നത് 66E അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം നമ്മൾ പറഞ്ഞു 2004 രൂപീകൃതമായിട്ടുള്ള CERT ആണെന്ത്? ഇന്ത്യൻ സൈബർ സുരക്ഷാ നിയമവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CERT. അടുത്ത ചോദ്യം, സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യത്തെ ദക്ഷിണേഷ്യൻ രാജ്യം ഏതാണ്? സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യത്തെ ദക്ഷിണ ഏഷ്യൻ രാജ്യം ഏതെന്നാണ് 136ാമത്തെ ചോദ്യം. നമുക്കറിയാം അത് ഇന്ത്യയാണ്. സൈബർ നിയമം പ്രാബല്യത്തിൽ വന്ന ആദ്യത്തെ ദക്ഷിണ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യൻ IT ആക്ട് നിലവിൽ വന്നപ്പോൾ വിവര സാങ്കേതിക വകുപ്പ് മന്ത്രി ആരായിരുന്നു? നല്ല ചോദ്യമാണ് അല്ലേ? ഇന്ത്യൻ IT ആക്ട് നിലവിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ വിവര സാങ്കേതിക വിദ്യാ വകുപ്പ് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന മന്ത്രി ആരായിരുന്നു എന്നാണ് 137ാമത്തെ ചോദ്യം. നമുക്കറിയാം അത് പ്രമോദ് മഹാജനാണ്. ഇന്ത്യൻ IT ആക്ട് നിലവിൽ വന്നപ്പോഴത്തേക്കും വിവര സാങ്കേതിക വിദ്യാ വകുപ്പ് മന്ത്രി ആരായിരുന്നു? പ്രമോദ് മഹാജനാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. ഡേറ്റ സംരക്ഷണത്തിൽ പരാജയപ്പെടുമ്പോഴുണ്ടാകുന്ന നഷ്ടപരിഹാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? ഡേറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴുണ്ടാകുന്ന നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതാണ്? നമുക്കറിയാം അത് 43A ആണ് അല്ലേ? 43A ആണ്. ഡേറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴുണ്ടാകുന്ന നഷ്ടപരിഹാരത്തെക്കുറിച്ച് പറയുന്നത് 43A ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗവൺമെൻറ്റുമായി സഹകരിച്ച് സൈബർ ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്ന ആരെന്നാണ് ചോദ്യം. നമുക്കറിയാം കുറച്ച് ഹാക്കേഴ്സ് ഉണ്ട്. ഗ്രേ ഹാറ്റ് ഉണ്ട്, വൈറ്റ് ഹാറ്റ് ഉണ്ട്, ബ്ലാക്ക് ഹാറ്റ് ഉണ്ട്. അതിൽ ഈ വൈറ്റ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവരുമായിട്ട് സഹകരിക്കുന്ന വൈറ്റ് ഹാറ്റ് ആണ്. ബ്ലാക്ക് ഹാറ്റ് ആണെങ്കിൽ ഹാക്കേഴ്സാണ്, ഇല്ലീഗൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ഗ്രേ ഹാറ്റ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല കാര്യം ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് മോശം കാര്യം ചെയ്യും അല്ലേ? അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ UN നിയമങ്ങളുടെ ചുവട് പിടിച്ച് സൈബർ മേഖലയിൽ ഇന്ത്യയിലുണ്ടായ പ്രധാന നിയമമാണെന്ത്? നമ്മൾ പഠിച്ചതാണ്. ഇത് നമ്മൾ ഫസ്റ്റ് പോയിൻ്റായിട്ട് പഠിച്ചതാണ് അല്ലേ? UN നിയമങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് സൈബർ മേഖലയിൽ ഇന്ത്യയിലുണ്ടായ പ്രധാന നിയമത്തിൻ്റെ പേരെന്താണ്? അത് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 ആണ്. IT ആക്ട് 2000 ആണ്. IT ആക്ടിലെ ഏത് വകുപ്പുകൾ പ്രകാരമാണ് നിരവധി ആപ്ലിക്കേഷൻസ്, നമ്മളത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ ആപ്ലിക്കേഷൻസ് ബാൻ ചെയ്യുന്നത് ഏത് സെക്ഷൻ അനുസരിച്ചിട്ടാണ്? പറഞ്ഞേ. നമ്മൾ പഠിച്ചതാണ് 69A അനുസരിച്ചിട്ടാണ് ആപ്ലിക്കേഷൻസ്, A ഫോർ ആപ്പ് അല്ലേ? അപ്പോൾ 69 ആപ്ലിക്കേഷൻസ് എന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ 69A അനുസരിച്ചിട്ടാണ് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻസ് നിരോധിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം 142ാമത്തെ ചോദ്യം, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചാരണം, ചൈൽഡ് പോണോഗ്രാഫി എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏതാണ്? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കുട്ടികളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള അശ്ലീല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചൈൽഡ് പോണോഗ്രാഫിയെക്കുറിച്ച് പറയുന്നത് 67B 67B
ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത് 67B-യിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ നമ്മുടെ 143-ാമത്തെ ചോദ്യം ഇതാണ്. 2015 സുപ്രീം കോടതി വിധിപ്രകാരം നീക്കം ചെയ്ത സെക്ഷൻ ഏതാണ്? 2015 സുപ്രീം കോടതി വിധിപ്രകാരം നീക്കം ചെയ്ത സെക്ഷൻ ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഏതാണ് ആ സെക്ഷൻ? 66A ആണ് അല്ലേ? 66A സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് എന്ന് പറഞ്ഞിട്ട് 66A ആണ് എന്ത് ചെയ്യുന്നത്? 2015 സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്തത്. അടുത്ത ചോദ്യം, IT ആക്ടിലെ സെക്ഷൻ 67 പ്രകാരം ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ വഴി അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നതിനുള്ള കുറ്റം 2 തവണയും അതിൽ കൂടുതലും ആവർത്തിച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? IT ആക്ടിലെ സെക്ഷൻസ് 67 പ്രകാരം ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ വഴിയുള്ള അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കുന്നത് കുറ്റം 2 തവണയും അതിൽ കൂടുതലും ആവർത്തിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ? 144-ാമത്തെ ചോദ്യം. 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയാണ്. 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. അടുത്ത 45-ാമത്തെ ചോദ്യം, രഹസ്യാത്മകതയുടെ സ്വകാര്യതയുടെയും ലംഘനത്തെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനത്തെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? നമുക്കറിയാം സെക്ഷൻ 72 എന്ത് ചെയ്യുന്നത്? രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനത്തെപ്പറ്റി പരാമർശിക്കുന്നത് സെക്ഷൻ 72-ാണ്. അടുത്ത ചോദ്യം, IT ആക്ട് 2000മായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? വിവരസാങ്കേതിക വിദ്യാ നിയമവുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ അനുബന്ധ ഉപകരണങ്ങൾ, സംവിധാനങ്ങൾ എന്നിവയ്ക്ക് കേടുപാടുകൾ വരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് 43-ലാണ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ ഒരു സോഴ്സ് കോഡിനെയോ ഒരു വ്യക്തിയോ സ്ഥാപനമോ മനഃപൂർവ്വം മാറ്റം വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 65-ആണ്. കമ്പ്യൂട്ടർ ഹാക്കിംഗ് 67 പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, IT ഭേദഗതി നിയമം നിലവിൽ വന്നത് 2008 ഒക്ടോബർ 27 പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് നമ്മുടെ 146-ാമത്തെ ചോദ്യം. നമുക്കറിയാം ഇതിൽ 1ഉം 2ഉം പറയുന്നത് ശരിയാണ് അല്ലേ? കമ്പ്യൂട്ടർ ഉപകരണങ്ങളും മറ്റുമൊക്കെ കേടുപാടുകൾ വരുത്തുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 43-ാണെന്നും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഒരു സോഴ്സ് കോഡിനെയോ അല്ലെങ്കിൽ വ്യക്തി സ്ഥാപനമോ മനഃപൂർവ്വം മാറ്റം വരുത്തുകയാണെങ്കിൽ അത് 65-മാണ്. 3-4 പറയുന്നതിനകത്ത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 147-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതാണ്? സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തതാണ്. 66F ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, പരമാധികാരം എന്നിവ ഹാനികരിക്കുന്നത് ഡിജിറ്റൽ മീഡിയ വഴി നടത്തുന്ന കാര്യങ്ങളെ പറയുന്ന പേരാണ് സൈബർ ടെററിസം. വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അതുപോലെ തന്നെ പോലീസിന് വാറണ്ട് കൂടാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈബർ ടെററിസത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു IT ആക്ടിൽ എന്ത് വരുന്നില്ല? വധശിക്ഷ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് IT ആക്ടിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ് എന്ന് പറയുന്നതാണ് ഇതിനകത്ത് തെറ്റുത്തരമായിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരി ഉത്തരം തന്നെയാണ് കേട്ടോ. പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സെക്ഷൻ 66F-ലാണ് എന്ത് ചെയ്യുന്നത്? സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ്. ദുരുദ്ദേശത്തോടുകൂടി കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റുകളുടെ വിലാസങ്ങളും മറ്റും തയ്യാറാക്കുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ അതീവ സുരക്ഷ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന തട്ടിപ്പിനെയാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നു. കമ്പ്യൂട്ടർ എക്സ്പേർട്ടുകൾ ബാങ്കിങ്ങിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യമാണ് സലാമി അറ്റാക്ക് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന 148-ാമത്തെ ചോദ്യത്തിൽ തെറ്റായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ ഏതെന്നറിയാമോ? ഏതാണ്? ഈ പറയുന്നവയിൽ 2ഉം 3ഉമാണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് 2ഉം 3ഉമാണ് തെറ്റായിട്ട് വരുന്നത്. ഈ പറയുന്നവയിൽ ക്രാക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ദുരുദ്ദേശത്തോടുകൂടി കമ്പ്യൂട്ടർ ശൃംഖലയിലോ മറ്റും ആക്രമിച്ച് കയറുന്നതിനാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നതും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എക്സ്പേർട്ടുകൾ ബാങ്കിങ്, ഫിനാൻഷ്യൽ മേഖലയിലൊക്കെ നടത്തുന്ന പരിപാടികളാണ് സലാമി അറ്റാക്ക് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ശരിയാണ്. 1ഉം 4ഉം ശരിയാണ്, 2ഉം 3ഉം ഇതിനകത്ത് തെറ്റാണ്. ഓക്കെ, അടുത്ത ചോദ്യം 149-ാമത്തെ ചോദ്യമാണ്. ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് ഏതാണ്? അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ ദുരുദ്ദേശത്തോടുകൂടി ഹാക്ക് ചെയ്യുന്നവരെ റെഡ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായിട്ട് സതുദ്ദേശപരമായ ഹാക്കിംഗ് ചെയ്യുന്നവരെ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നു. ചില സമയത്ത് വൈറ്റും ചില സമയത്ത് ബ്ലാക്കുമായിട്ടുള്ളവരെ ഗ്രേ ഹാറ്റ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അറിയാം ഇതിൽ 1 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. റെഡ് ഹാറ്റ് ഹാക്കർ എന്ന് പറയുന്ന സാധനം ഇല്ല അല്ലേ? അതുകൊണ്ട് തന്നെയാണ് അത് തെറ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 150-ാമത്തെ ചോദ്യമാണ്. ഇൻ്റർനെറ്റ്, ഇമെയിൽ, അതായത് ഈ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇൻ്റർനെറ്റ്, ഇമെയിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോൺ കോൾ, ടെക്സ്റ്റ് മെസ്സേജ്, വീഡിയോ തുടങ്ങിയവ ഏതെങ്കിലും ഉപയോഗിച്ച് നടത്തുന്ന ഭീഷണി സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നു. വെബ് സെർവർ ഹാക്ക് ചെയ്ത് മറ്റൊരാളുടെ വെബ് സെർവറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെ സൈബർ ഹൈജാക്കിംഗ് എന്ന് പറയുന്നു. കമ്പ്യൂട്ടർ സ്കാനർ, പ്രിൻ്റർ എന്നിവയുടെ സഹായം കൃത്രിമ കറൻസി, മാർക്ക് ലിസ്റ്റ് തുടങ്ങിയവ നിർമ്മിക്കുന്നതിനെ സൈബർ ഫോർജറി എന്ന് പറയുന്നുണ്ട്. കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗമോ മോഷ്ടിക്കുകയോ കമ്പ്യൂട്ടറിൻ്റെ വിവരങ്ങൾ നശിപ്പിക്കുകയോ അതിനെ സൈബർ വാൻഡലിസം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെന്നാണ് നമ്മുടെ 150-ാമത്തെ ചോദ്യം.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചേ. ഇൻ്റർനെറ്റ്, ഇമെയിൽ, ഫോൺ കോൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ് നടത്തുന്ന ഭീഷണിയാണ് നമ്മൾ സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. ശരി ഉത്തരമാണ് കേട്ടോ. സൈബർ സ്റ്റോക്കിംഗ് ഇത് തന്നെയാണ്. പിന്നെ വെബ് സെർവർ ഹാക്ക് ചെയ്ത് മറ്റൊരാളുടെ വെബ് സെർവറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് സൈബർ ഹൈജാക്കിംഗ് എന്ന് പറയും. നമുക്കറിയാം വിമാനമൊക്കെ ഹൈജാക്ക് ചെയ്യല്ലേ, വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതാണ് തീവ്രവാദികൾ ഏറ്റെടുക്കുന്നത്, വിമാനം ഹൈജാക്ക് ചെയ്യുന്നതായിട്ട് മാറും. അതുപോലെ തന്നെയാണ് ഇതും. അതുകൊണ്ട് തന്നെ രണ്ടും ശരിയാണ്. മൂന്നാമത്തെ എന്താണ്, ഒരു സ്കാനർ പ്രിൻ്ററൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഇപ്പം നടക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഫേക്ക് ആയിട്ടുള്ള കറൻസി, അതുപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന രീതി, ഇതിനെയാണ് സൈബർ ഫോർജറി. കറക്റ്റാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഭാഗമോ മോഷ്ടിക്കുന്നതിനെയാണ് സൈബർ വാൻഡലിസം എന്ന് പറയുന്നത്. 4 ശരി തന്നെയാണ്. അതുകൊണ്ട് 1, 2, 3, 4 എന്താണ് ശരി ഉത്തരമാണ് കേട്ടോ. അപ്പോൾ 150 ചോദ്യങ്ങൾ നമ്മൾ ഇതോടുകൂടി കഴിയുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ, വീഡിയോ ലൈക്ക് ചെയ്യാതെ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താതെ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്നും ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത് നമുക്ക് 151ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പോക്സോ കേസുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നത് ഏത് സെക്ഷനാണ്? പോക്സോ കേസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുട്ടികളുടെ വ്യക്തിത്വം വെളിപ്പെടുത്താനായി പാടില്ല എന്ന് പറയുന്നത് സെക്ഷൻ 23-നകത്താണ് അല്ലേ? സെക്ഷൻ 23-നകത്താണ്. പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയപരിധി എത്രയാണ്? പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാനുള്ള സമയപരിധി എത്രയാണ്? സമയപരിധി ഇല്ല. എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാം അല്ലേ? പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള സമയപരിധിയൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്യാം. പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോടതി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സമയപരിധി എത്രയാണ്? പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്തിമ വിധി അല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ട് കോടതി സമർപ്പിക്കേണ്ടത് എപ്പോഴെന്ന് ചോദിച്ചാൽ 153-ാമത്തെ ചോദ്യത്തിൽ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ്. അത് 1 വർഷമാണ് കേട്ടോ, 1 വർഷമാണ്. അടുത്ത ചോദ്യം, പോക്സോ നിയമപ്രകാരം ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? പോക്സോ നിയമപ്രകാരം ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? പറഞ്ഞേ, ലൈംഗിക പീഡനത്തിലുള്ള ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? 154. ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 12 ആണ്. പോക്സോ നിയമപ്രകാരം ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയെപ്പറ്റി പരാമർശിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 12 ആണ്. അടുത്ത ചോദ്യം 155-ാമത്തെ ചോദ്യമാണ്. ചുവടെ നൽകിയ വിവരങ്ങൾ ചേരുംപടി ചേർത്തെഴുതുക. അപ്പോൾ ഇതിൽ നമ്മുടെ പോക്സോ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കി, പോക്സോ ഭേദഗതി ബില്ല് പ്രസിഡന്റ് ഒപ്പുവെച്ചു, പോക്സോ ഇ ബോക്സ് ആരംഭിച്ചു, പോക്സോ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കി. അപ്പോൾ ഇവയൊക്കെ ഏതൊക്കെ വർഷങ്ങളിലാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ 155-ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. നമുക്കറിയാം ഒന്നാമത്തത്, അല്ലെങ്കിൽ പോട്ടെ, ഇതിൽ ഈ പറയുന്നവയിൽ 4-ാമത്തത് എന്താണ്? പോക്സോ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയതാണ് 2019 ജൂലൈ 24. അപ്പോൾ 1-4 ആണ് കേട്ടോ. അപ്പോൾ പോക്സോ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയപ്പോഴാണ് 2019 ജൂലൈ 24-ലാണ് പോക്സോ ഭേദഗതി ബില്ല് രാജ്യസഭ പാസ്സാക്കുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? അടുത്ത പോയിന്റ് 2019 ഓഗസ്റ്റ് 1 എന്താണ് നടക്കുന്നത്? 2019 ഓഗസ്റ്റ് 1 പോക്സോ ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കുന്നതാണ്. രാജ്യസഭ പാസ്സാക്കുന്ന എപ്പോഴാണ്? രാജ്യസഭ പാസ്സാക്കുന്നത് ജൂലൈ 24-നും നമ്മുടെ ലോക്സഭ പാസ്സാക്കുന്ന ഓഗസ്റ്റ് 1-നുമാണ്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 5-ന് എന്താണെന്ന് അറിയാമോ? ഓഗസ്റ്റ് 5-ന് പോക്സോ ഭേദഗതി ബില്ല് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് ഓഗസ്റ്റ് 5-നാണ്. അതുപോലെ തന്നെ 2016 ഓഗസ്റ്റ് 26-നാണ് പോക്സോ ഇ ബോക്സ് നിലവിൽ വരുന്നത്. പോക്സോ ഇ ബോക്സ് 2016 ഓഗസ്റ്റ് 26-നാണ്. അപ്പോൾ രാജ്യസഭ പാസ്സാക്കുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ 2019 ജൂലൈ 24 എന്ത് ചെയ്യുന്നു? രാജ്യസഭ പാസ്സാക്കുന്നു. ലോക്സഭ പാസ്സാക്കുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? 2019 ഓഗസ്റ്റ് 1-നാണ് ലോക്സഭ പാസ്സാക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? 2019 ഓഗസ്റ്റ് 5-ന് എന്താണ്? 2019 ഓഗസ്റ്റ് 5-നാണ് ഈ പോക്സോ ബില്ല് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് 2019 ഓഗസ്റ്റ് 5-നാണ്. പോക്സോ ഇ ബോക്സ് നിലവിൽ വരുന്നതാണ് 2016 ഓഗസ്റ്റ് 26. 2016 ഓഗസ്റ്റ് 26-ന് പോക്സോ ഇ ബോക്സ് നിലവിൽ വരുന്നു. ഓക്കെ. 156-ാമത്തെ ചോദ്യം, 2019 പോക്സോ നിയമത്തിലുണ്ടായ ഭേദഗതിയിലൂടെ പ്രവേശിക ലൈംഗികാതിക്രമത്തിനിടയിൽ കുട്ടി മരണപ്പെട്ടാൽ ആ വ്യക്തിക്ക് നൽകാവുന്ന ശിക്ഷ ഏതാണ്? ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. 2019 പോക്സോ നിയമത്തിൽ ഉണ്ടായ ഭേദഗതിയിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത്? ഏതെങ്കിലും ഒരു പ്രവേശിത ലൈംഗിക അതിക്രമത്തിൻ്റെ ഇടയിൽ ഒരു കുട്ടി മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ശിക്ഷ എന്താണെന്ന് അറിയാമോ? 156. ഓപ്ഷൻ സി വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. അത് വധശിക്ഷയായിരുന്നു അല്ലേ? വധശിക്ഷയാണ് അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 57-ാമത്തെ 157 പോക്സോ നിയമ ഭേദഗതിക്ക് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ച വർഷം ഏതാണ്? പോക്സോ നിയമ ഭേദഗതിക്ക് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ച വർഷം ഏതാണ്? നമുക്കറിയാം അത് 2019 ഓഗസ്റ്റ് 5-ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. 2019 ഓഗസ്റ്റ് 5-നാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിക്കുന്നത്. അടുത്ത ചോദ്യം 2019
പോക്സോ നിയമ ഭേദഗതി പ്രകാരം ഈ നിയമം ബാധകമായിട്ടുള്ളത് എവിടേക്കാണെന്ന് അറിയാമോ? പോക്സോ നിയമം ബാധകമായിട്ടുള്ളത് എവിടേക്കാണ്? നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയുടെ മുഴുവനും, അവിടെ ഇന്ന സംസ്ഥാനമൊന്നുമില്ല, ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങൾ എന്താണ്? പോക്സോ നിയമം ബാധകമാണ്. അടുത്ത ചോദ്യം 159. കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നവർക്കുള്ള ശിക്ഷ എന്താണ്? കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നവർക്കുള്ള ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴയാണ് അല്ലേ? കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നവർക്കുള്ള ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴയാണ്. അടുത്ത ചോദ്യം 2012 പോക്സോ നിയമത്തിലെ ലൈംഗിക കടന്നുകയറ്റം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന കുറഞ്ഞ ശിക്ഷ എന്താണ്? 2012 പോക്സോ നിയമത്തിലെ ലൈംഗിക കടന്നുകയറ്റം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന കുറഞ്ഞ ശിക്ഷ എന്താണെന്നാണ് ചോദ്യം. കുറഞ്ഞ ശിക്ഷ, ലൈംഗിക കടന്നുകയറ്റം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന കുറഞ്ഞ ശിക്ഷ എന്താണെന്നാണ് നമ്മുടെ 160ാമത്തെ ചോദ്യം. അറിയാമോ? അത് നമുക്കറിയാം, അത് 7 വർഷമാണ് അല്ലേ? അപ്പോൾ ലൈംഗിക കടന്നുകയറ്റം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന കുറഞ്ഞ ശിക്ഷ ചോദിച്ചാൽ അത് 7 വർഷമാണ്. 7 വർഷമാണ്. അടുത്ത 161ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു കുട്ടി വ്യക്തിക്കെതിരെ വ്യാജ വിവരം നൽകിയാൽ അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷ പരമാവധി 1 വർഷത്തെ തടവാണ്. വ്യാജ പരാതിയോ വ്യാജ വിവരങ്ങളോ ഒരു കുട്ടിയാണ് നൽകുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഒരു ശിക്ഷയും നൽകാൻ പാടില്ല. അപ്പോൾ ഈ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നറിയാമോ? നമുക്കറിയാം എന്താണ്, രണ്ടും ശരി തന്നെയാണ് അല്ലേ? രണ്ടും ശരിയാണ്. ഒരു വ്യക്തി ഒരു കുട്ടിക്കെതിരെ വ്യാജ വിവരം നൽകിയാൽ അയാൾക്ക് 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. എന്നാൽ വ്യാജ വിവരം അല്ലെങ്കിൽ വ്യാജ പരാതി നൽകുന്നത് ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ശിക്ഷ കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ 161ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ സി ആണെന്നറിയാം. അടുത്ത ചോദ്യം 2019 പോക്സോ നിയമ ഭേദഗതി പ്രകാരം ലൈംഗിക അതിക്രമത്തിനുള്ള അല്ലെങ്കിൽ ലൈംഗിക ആക്രമണത്തിനുള്ള ശിക്ഷ എന്താണ്? 2019 പോക്സോ നിയമ ഭേദഗതി പ്രകാരം ലൈംഗിക ആക്രമണത്തിനുള്ള ശിക്ഷ എന്തെന്നാണ് 62ാമത്തെ ചോദ്യം. നമുക്കറിയാം 10 വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴയാണ് അല്ലേ? 10 വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴയാണ് 2019 പോക്സോ നിയമ ഭേദഗതി പ്രകാരം ലൈംഗിക അതിക്രമത്തിനുള്ള അല്ലെങ്കിൽ ആക്രമണത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴയാണ്. ചൈൽഡ് പോണോഗ്രഫിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ചൈൽഡ് പോണോഗ്രഫിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ 13-നകത്താണ് എന്ത് ചെയ്യുന്നത്? ചൈൽഡ് പോണോഗ്രഫിയെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 13-നകത്താണ് ചൈൽഡ് പോണോഗ്രഫിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 2019 പോക്സോ ആക്ട് പ്രകാരം ശരിയായ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? അപ്പോൾ 11 സെക്ഷൻ 11 കുട്ടികളുടെ നേരെയുള്ള ലൈംഗിക പീഡനത്തെ പറ്റിയും 12 അതിനുള്ള ശിക്ഷയെ പറ്റി പരാമർശിക്കുന്നു എന്ന് പറയുന്നു. 16 കുറ്റം ചെയ്യുന്നതിനുള്ള പ്രേരണയെക്കുറിച്ച് പറയുന്നു. 22 വ്യാജ പരാതിയും വ്യാജ വിവരങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു. 24 എന്ത് ചെയ്യുന്നു? പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ 2012 പോക്സോ ആക്ട് പ്രകാരം തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് ഈ പറയുന്നവയിൽ? കിട്ടിയോ? ഏതാണ്? 4 മാത്രമാണ് കേട്ടോ. പോക്സോ കേസുകളിൽ മാധ്യമങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി പറയുന്ന 3 പോയിന്റുകളും എന്ന് വെച്ചാൽ 11 സെക്ഷൻ 11 കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക പീഡനത്തിനും അതുപോലെ തന്നെ 12 അതിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു. 16 കുറ്റം ചെയ്യുന്നതിനുള്ള പ്രേരണയെക്കുറിച്ച് പറയുന്നു. 22 വ്യാജ പരാതിയെക്കുറിച്ചും വ്യാജ വിവരങ്ങളെക്കുറിച്ചും പറയുന്നു. 4 മാത്രമാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതിൽ 23 കേട്ടോ. ഇതിനകത്ത് പറയുന്നുണ്ട് സെക്ഷൻ 23 പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങൾക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 23. ഇതിൽ 24 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം എന്താണ്? 165ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ പോക്സോ നിയമപ്രകാരം എന്താണ് നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? പോക്സോയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ 165ാമത്തെ ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. മൊഴിയെടുക്കുമ്പോൾ കുറ്റവാളിയും കുട്ടി യാതൊരു തരം സമ്പർക്കത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാകരുത്. നമുക്കറിയാം മൊഴിയെടുക്കുമ്പോഴെന്താണ് കുറ്റവാളിയും അതുപോലെ തന്നെ കുട്ടിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള സമ്പർക്കം ഉണ്ടാകാനായിട്ട് പാടില്ല. കുട്ടി പറയുന്ന കാര്യങ്ങൾ മൊഴിയായിട്ട് രേഖപ്പെടുത്തണം. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ കർശനമായും ഒരു വനിതാ ഉദ്യോഗസ്ഥ യൂണിഫോം ധരിക്കേണ്ടത് അനിവാര്യമാണെന്ന് പറയുന്നുണ്ട്. കുട്ടിയെ രാത്രി പോലീസ് സ്റ്റേഷനിൽ നിർത്താൻ പാടുള്ളതല്ല. അപ്പോൾ 165 അനുസരിച്ച് ഏതൊക്കെയാണ് ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത്? ഇതിൽ തെറ്റായിട്ട് വരുന്ന ഇതാണ്. കുട്ടി മൊഴി രേഖപ്പെടുത്തുമ്പോൾ കർശനമായും ഒരു വനിതാ ഉദ്യോഗസ്ഥ യൂണിഫോം ധരിക്കേണ്ടത് അനിവാര്യമാണെന്ന് പറയുന്നൊന്നുമില്ല. യൂണിഫോം ഒന്നും വേണ്ട, മഫ്തിയിൽ വേണം പോകാനായിട്ട് അല്ലേ? എന്നുവെച്ചാൽ കുട്ടിയുമായിട്ട് ആ ഒരു സൗഹൃദം പുലർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് യൂണിഫോം ഇടാനായിട്ടൊന്നും പാടില്ല. അപ്പോൾ ഈ പറയുന്നവയിൽ തെറ്റായിട്ടുള്ള സി മാത്രമാണ്. മൊഴിയെടുക്കുമ്പോൾ കുറ്റവാളിയും കുട്ടിയും യാതൊരു വിധത്തിലുള്ള സമ്പർക്കത്തിലും സാഹചര്യം ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ കുട്ടി പറയുന്ന കാര്യങ്ങൾ മൊഴിയായിട്ട് രേഖപ്പെടുത്തണം. കുട്ടിയെ രാത്രി പോലീസ് സ്റ്റേഷനിൽ നിർത്താനായിട്ട് പാടുള്ളതല്ല എന്നീ പറയുന്ന 3 പോയിന്റുകളും ശരിയാണ്. സി മാത്രമാണ് തെറ്റ്. 166ാമത്തെ ചോദ്യം. 2012 പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നത്? 2012 പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിനുള്ള ശിക്ഷയെ പറ്റി പരാമർശിക്കുന്നത്?
നമുക്കറിയാം സെക്ഷൻ 4-നകത്താണ് എന്ത് ചെയ്യുന്നത്, 2012 പോക്സോ നിയമപ്രകാരം സെക്ഷൻ 4-നകത്താണ് എന്ത് ചെയ്യുന്നത്, ലൈംഗിക കടന്നുകയറ്റത്തിലുള്ള ശിക്ഷയെ അല്ലെങ്കിൽ അതിക്രമത്തിലുള്ള ശിക്ഷയെ പറ്റി പരാമർശിക്കുന്ന സെക്ഷൻ 4-നകത്താണ്. ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് കോണ്ടാക്റ്റ് ആയാൽ മാത്രമേ ലൈംഗിക അതിക്രമമായി കണക്കാക്കാൻ കഴിയൂ എന്ന് വിധി പ്രസ്താവിച്ച കോടതി എന്നറിയാമോ? ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് കോണ്ടാക്റ്റ് ആയാൽ മാത്രമേ ലൈംഗിക ആക്രമമായി കണക്കാക്കാൻ കഴിയൂ എന്ന് പ്രസ്താവിച്ച കോടതി എന്നറിയാമോ? അത് മുംബൈ ഹൈക്കോടതിയാണ് കേട്ടോ. മുംബൈ ഹൈക്കോടതിയാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, പോക്സോ ആക്ടിന് അംഗീകാരം ലഭിച്ച വർഷം ഏതാണ്? പോക്സോ ആക്ടിന് അംഗീകാരം ലഭിച്ച വർഷം ഏതാണ്? ഓരോ സെക്ഷനും മാക്സിമം ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പറയുന്നത് കേട്ടോ. പോക്സോ ആക്ടിന് അംഗീകാരം ലഭിച്ച വർഷം ഏതാണ്? നമുക്കറിയാം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 2012 ജൂൺ 19 2012 ജൂൺ 19 പോക്സോ ആക്ടിന് അംഗീകാരം ലഭിച്ചത്. പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ചോദ്യം. പോക്സോ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഈ പറയുന്ന പോയിന്റുകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നൊക്കെയാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പറഞ്ഞേ. ബാലസൗഹൃദ നടപടിക്രമങ്ങളായിരിക്കണം, വിചാരണ വളരെ വേഗത്തിൽ കടക്കുന്നു, പ്രത്യേക സെക്ഷൻ കോടതികൾ ഉണ്ടായിരിക്കും, ഇവയെല്ലാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ കിട്ടും ഇവയെല്ലാമാണ് ഇതിനകത്ത് വരുന്നത്. പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണ്? ബാലസൗഹൃദ നടപടികളായിരിക്കണം, വിചാരണ വളരെ വേഗത്തിലായിരിക്കണം, പ്രത്യേക സെക്ഷൻസ് കോടതികൾ ഉണ്ടായിരിക്കണം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പോക്സോ നിലവിൽ വന്ന വർഷം ഏതാണ്? പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? നമുക്കറിയാം 2012 നവംബർ 14 എന്ത് ചെയ്യുന്നത്, പോക്സോ നിയമം നിലവിൽ വരുന്നത് 2012 നവംബർ 14. അടുത്ത ചോദ്യം, പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കണം? പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്താൽ എത്ര ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കണം എന്നാണ് 171 ചോദ്യം. സിമ്പിളാണ്, നമുക്കറിയാം പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ അതിൻ്റെ മൊഴി റിപ്പോർട്ട് ചെയ്തിരിക്കണം? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 30 ദിവസമാണ് അല്ലേ. 30 ദിവസത്തിനകത്ത് മൊഴി റിപ്പോർട്ട് ചെയ്തിരിക്കണം. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളിൽ പ്രവേശിത ലൈംഗിക അതിക്രമം നടത്തിയാലുള്ള ശിക്ഷ എന്താണ്? 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പ്രവേശിത ലൈംഗിക അതിക്രമം നടത്തിയാൽ 20 വർഷം വരെ തടവും കൂടാതെ പിഴയുമാണ്. 20 വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴയാണ് കേട്ടോ. 16 വയസ്സിലുള്ള കുട്ടികളിലെ ലൈംഗിക അതിക്രമം നടത്തിയാൽ എന്താണ്? പ്രവേശിത ലൈംഗിക അതിക്രമം നടത്തിയാൽ 20 വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴയാണ്. പോക്സോ നിയമപ്രകാരം 2012 പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന പ്രസ്താവനകളൊന്ന് വായിച്ചു നോക്കിയാൽ സെക്ഷൻ 22 പ്രകാരം വ്യാജ പരാതികൾക്കും വ്യാജ വിവരങ്ങൾക്കും നൽകുന്നവർക്കും 6 മാസം വരെ തടവ് പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും ലഭിക്കുന്നതാണ്. മുതിർന്ന പൗരനാണെങ്കിൽ മുതിർന്ന ഒരാൾ കുട്ടിക്കെതിരെ വ്യാജ പരാതി നൽകുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം വരെ തടവും പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയാണ്. ഒരു കുട്ടിയാണ് വ്യാജവിവരം നൽകുന്നതെങ്കിൽ ദുർഗുണ പരിഹാര പാഠശാലയിൽ പ്രവേശിപ്പിക്കും. ഇതിൽ ശരിയല്ലാത്ത എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 3 മാത്രമാണ് ഇതിൽ ശരിയല്ലാത്തത്. കുട്ടിയാണ് വ്യാജവിവരം നൽകുന്നതെന്നുണ്ടെങ്കിൽ കുട്ടിയെ ശിക്ഷിക്കാനായിട്ട് പാടില്ല. അടുത്ത ചോദ്യം 174 ചോദ്യമാണ്. പോക്സോ കേസിൽ ഒരു വ്യക്തി സംഭവം അറിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാതിരുന്നാലുള്ള ശിക്ഷ എന്താണ്? പോക്സോ കേസിൽ ഒരു വ്യക്തി സംഭവം അറിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ 6 മാസം വരെ തടവ് അല്ലെങ്കിൽ പിഴയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പോക്സോ കേസ് അറിഞ്ഞു, പക്ഷേ ഞാനത് റിപ്പോർട്ട് ചെയ്തില്ല, പിൽക്കാലത്ത് അത് വെളിപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് 6 മാസം വരെ തടവ് അല്ലെങ്കിൽ പിഴ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം 175 ചോദ്യം. പോക്സോ കേസിൽ കുട്ടിയുടെ മെഡിക്കൽ പരിശോധനയുടെ ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? മെഡിക്കൽ പരിശോധനയുമായി ബന്ധപ്പെട്ടത്. പോക്സോ കേസിൽ കുട്ടിയുടെ മെഡിക്കൽ പരിശോധനയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സെക്ഷൻ ചോദിച്ചാൽ നമുക്കറിയാം അത് സെക്ഷൻ ഏതാണ്? 27 ആണല്ലേ. 27 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത 176 ചോദ്യം. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം നമ്മൾ പറഞ്ഞു CERT-നാണ്. അതുപോലെ തന്നെ എന്താണ്? പോക്സോ നിയമപ്രകാരം നേരിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാധ്യമം മുഖേനയോ സ്ഥിരമായ ഒരു കുട്ടിയെ പിന്തുടരുകയോ നിരീക്ഷിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? പോക്സോ നിയമപ്രകാരം ഒരു കുട്ടിയെ നേരിട്ടോ ഡിജിറ്റൽ മാധ്യമം മുഖേനയോ സ്ഥിരമായി പിന്തുടരുകയോ നിരീക്ഷിക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 11 അല്ലേ. സെക്ഷൻ 11. അടുത്ത ചോദ്യം. പോക്സോ ആക്ട് ബന്ധപ്പെട്ട ശരിയായത് ഏതാണ്? പോക്സോ ആക്ടുമായി ബന്ധപ്പെട്ട ശരിയായത് ഏതാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്നും തടയാൻ വേണ്ടിയിട്ടുള്ള നിയമം. പോക്സോ ആക്ട് ആക്ടിലെ 9 അധ്യായങ്ങളും 46 സെക്ഷൻസും ഉണ്ട്. പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ ഇതിൽ പോക്സോയുമായി ബന്ധപ്പെടുത്തിയിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം ഇതിൽ 2 മാത്രമാണ്. എന്ന് വെച്ചാൽ 9 അധ്യായങ്ങളും 46 സെക്ഷൻസും വരുന്നതാണ് എന്ന് പറയുന്ന പോയിന്റ് മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത് അല്ലേ. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയും ആൺകുട്ടിയും പോക്സോയ്ക്കകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നും കൂടി ഇതിനകത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് 2 മാത്രം ശരിയായിട്ട് വരുന്നത്. 179 ചോദ്യം. പോക്സോ നിയമപ്രകാരം സാധ്യതയുള്ള പ്രസ്താവന ഏതാണ്? കുട്ടികൾക്കെതിരെയുള്ള കുറ്റവും പോക്സോ നിയമത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടണം. അതുപോലെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ മറച്ചു വയ്ക്കുന്നവർ ഈ നിയമത്തിൽ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഈ 2 പ്രസ്താവനകളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്ന് കണ്ടെത്താനായിട്ട്
വന്നേ കഴിഞ്ഞോ? ഇതൊന്നും രണ്ടും ശരിയാണ്. നമുക്കറിയാം കുട്ടികൾക്കെതിരെയുള്ള കുറ്റവും പോക്സോ നിയമത്തിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തവർക്ക് ശിക്ഷ ലഭിക്കുന്നതുമാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവന ഏത്? പോക്സോ നിയമപ്രകാരം വ്യാജ പരാതിയോ വിവരമോ നൽകുന്നത് കുട്ടിയാണെങ്കിൽ ശിക്ഷയില്ല എന്ന് പറയുന്നത് 22-ൽ 2-ലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടിയെ പോക്സോ കേസിൽ ഇരയായി കണക്കാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വ്യാജ പരാതിയോ വിവരമോ നൽകുന്നത് കുറ്റകരമാണെന്ന് പറയുന്നത് സെക്ഷൻ 21-ൽ 1-ആണ്. അപ്പോൾ ഈ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് 180-ാമത്തെ ചോദ്യം. 1 മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ പോക്സോ നിയമപ്രകാരം വ്യാജ പരാതിയോ വിവരമോ നൽകുന്നത് ഒരു കുട്ടിയാണെങ്കിൽ ശിക്ഷ ഇല്ല എന്ന് പറയുന്നതാണ് 22-ൽ 2. 1 മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് എപ്പോഴാണ്? ശ്രദ്ധിക്കുക, ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ പാസ്സാക്കിയത് എപ്പോഴെന്നാണ് 181-ാമത്തെ ചോദ്യം. നമുക്കറിയാം മാർച്ച് 15, 1872 ചെയ്യുന്നത് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് മാർച്ച് 15, 1872. അടുത്ത ചോദ്യം, ഏതെങ്കിലും കുറ്റാരോപിതനായ വ്യക്തിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അയാൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കെ സ്വയമേ സമ്മതിച്ചതാണെങ്കിലും അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കണം എന്ന് പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏത് വകുപ്പാണ്? 182-ാമത്തെ ചോദ്യമാണ്. അത് സെക്ഷൻ 27-ആണ് അല്ലേ? സെക്ഷൻ 27-ലാണ് അങ്ങനെ പറയുന്നത്. എന്താണ്? കുറ്റാരോപിതൻ സമ്മതിച്ചാണെങ്കിലും അത് തെളിയിച്ചിരിക്കണമെന്ന് പറയുന്നത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 27-ലാണ്. 183-ാമത്തെ ചോദ്യം, ഇന്ത്യൻ തെളിവ് നിയമത്തിലെ 32-ാം വകുപ്പ് പ്രകാരം കോടതിയിൽ വിളിച്ചു വരുത്താനാകാത്ത വ്യക്തിയുടെ മൊഴി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് പറഞ്ഞേ, ഇന്ത്യൻ തെളിവ് നിയമത്തിലെ 32-ാമത്തെ വകുപ്പ് പ്രകാരം കോടതിയിൽ വിളിച്ചു വരുത്താനാകാത്ത വ്യക്തിയുടെ മൊഴി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ 183-ാമത്തെ ചോദ്യം. അപ്പോൾ നോക്കാമോ? പ്രസ്തുത വ്യക്തി മരിച്ചു പോകണം, ശരിയാണ്. വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കാതിരിക്കണം, ശരിയാണ്. വ്യക്തിക്ക് തെളിവ് നൽകാൻ കഴിയാത്ത സ്ഥിതിയിൽ ആയിരിക്കണം, ശരിയാണ്. കാലതാമസമോ ചിലവോ കൂടാതെ കോടതിയിൽ ഹാജരാക്കുവാൻ കഴിയാതിരിക്കണം, ശരിയാണ് അല്ലേ? ഇതിനകത്ത് പറയുന്ന 4 പോയിന്റുകളും ശരിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ശരിയെന്ന് പറയുന്ന പോയിന്റാണ് ഇതിനകത്ത് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ 32-ാമത്തെ വകുപ്പ് പ്രകാരം ഒരാളെ കോടതിയിൽ ഹാജരാക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ തെളിവ് നൽകാൻ ഹാജരാക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളി ഒന്നിലും മരിച്ചു പോയിരിക്കണം, ഇല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാത്ത വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ തെളിവ് നൽകാൻ കഴിയാത്ത സ്ഥിതിയിലായിരിക്കണം, കാലതാമസമോ ചിലവോ കൂടാതെ കോടതിയിൽ ഹാജരാക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥയിലും ആയിരിക്കണം. അടുത്ത് പറയുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ബാധകമല്ലാത്തത് കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന സത്യവാങ്മൂലം, നേവൽ ഡിസിപ്ലിനറി ആക്ട് ഏതാണ് ഇതിൽ വരുന്നത്? നമുക്കറിയാം ഇതിൽ 2 മാത്രം, അല്ലെങ്കിൽ കോടതികളിൽ ഹാജരാക്കപ്പെടുന്ന സത്യവാങ്മൂലം, ബാക്കി പറയുന്ന കോടതികളിൽ കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ബാധകമല്ലാത്തത് ആർക്കെന്ന് പറഞ്ഞാൽ അതിൽ ആർക്ക് മാത്രമാണ്? കോടതികളിൽ ഹാജരാക്കപ്പെടുന്ന സത്യവാങ്മൂലത്തിന് മാത്രമാണ്. കോടതിയിലും അതുപോലെ തന്നെ നേവൽ ഡിസിപ്ലിനറി ആക്ടിലുമൊക്കെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ബാധകമാണ്. അടുത്ത ചോദ്യം 185, വിഷം കുടിച്ച് മരിച്ച ഒരാളുടെ മരണത്തിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏത് തരം വിഷമാണ് അയാൾ ബാധിച്ചതെന്നും ആ വിഷം ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നും വിദഗ്ധരുടെ അഭിപ്രായം പരിശോധിക്കുന്നതാണ്, അല്ലെങ്കിൽ വിദഗ്ധരുടെ അഭിപ്രായവും നമുക്ക് പരിശോധിക്കാം എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? വിദഗ്ധരുടെ അഭിപ്രായം നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ ഏത് എന്നാണ് നമ്മുടെ 185-ാമത്തെ ചോദ്യം. ഏതാണ്? സെക്ഷൻ 45-ആണ് അല്ലേ? വിദഗ്ധരുടെ അഭിപ്രായം അംഗീകരിക്കണം, സെക്ഷൻ 45-ആണ്. അടുത്ത് റിപ്പീലിംഗ് ആക്ട് ഓഫ് 1938, അതിലൂടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വകുപ്പ് ഏതാണ്? റിപ്പീലിംഗ് ആക്ട് ഓഫ് 1938-ലൂടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 2-ആണ് കേട്ടോ, സെക്ഷൻ 2-ആണ്. റിപ്പീലിംഗ് ആക്ട് 1938-ലൂടെ ഒഴിവാക്കപ്പെട്ടത് സെക്ഷൻ 2-ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാക്കുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിയൽ എവിഡൻസ് എന്ന് പറയുന്നത്. കോടതിയിൽ മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാക്കുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവിനെയാണ് നമ്മൾ റിയൽ എവിഡൻസ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ഒരാൾ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത് കേട്ട് മറ്റൊരാൾ ആ സംഭവത്തെക്കുറിച്ച് പറയുന്ന തെളിവിനെ പറയുന്ന പേരെന്താണ്? ഒരാൾ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത് കേട്ടുകൊണ്ട് മറ്റൊരാൾ ആ സംഭവത്തെക്കുറിച്ച് പറയുന്ന തെളിവിനെ പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിനെ പറയുന്ന പേരാണ് ഹിയർസേ എവിഡൻസ്, പറഞ്ഞു കേട്ടുള്ള അറിവ് അല്ലേ? ഹിയർസേ എവിഡൻസ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ സെക്ഷൻ 32-ൽ 1-ൽ പറഞ്ഞിരിക്കുന്നതാണ്. 32-ൽ 1-ൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്താണ് 32-ൽ 1-ൽ പറഞ്ഞിരിക്കുന്നത്?
മരണമൊഴിയെക്കുറിച്ച് പറയുന്നതാണ് എന്ത്? സെക്ഷൻ 32(1) കേട്ടോ. 32(1) എന്താണ് പറയുന്നത്? മരണമൊഴിയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 32(1). 2 മാത്രമാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത് കേട്ടോ. മരണമൊഴിയാണ്. 32(1) എന്താണ്? മരണമൊഴി. 32(1) മരണമൊഴി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ 190ാമത്തെ ചോദ്യമാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ സെക്കൻഡറി എവിഡൻസിന് ഉദാഹരണം ഏതാണ്? ചുവടെ തന്നിട്ടുള്ളവയിൽ സെക്കൻഡറി എവിഡൻസിന് ഉദാഹരണം ഏതാണ്? തെളിവ് നിയമപ്രകാരം എന്താണ്? സർട്ടിഫൈഡ് ചെയ്ത കോപ്പികൾ, ഒറിജിനലിൽ നിന്നും എടുത്ത ഫോട്ടോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് ലിത്തോഗ്രാഫിക് പ്രിന്റുകൾ, ഡോക്യുമെന്റുകളുടെ കൗണ്ടർ ഫോയിലുകൾ. അപ്പോൾ ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ് ഈ പറയുന്നവയിൽ സെക്കൻഡറി എവിഡൻസ് ഉദാഹരണം എന്നറിയാമോ? നമുക്കറിയാം ഈ പറഞ്ഞ 3 സാധനങ്ങളും തെളിവ് നിയമപ്രകാരം സർട്ടിഫൈഡ് ചെയ്ത കോപ്പികളും ഒറിജിനലിൽ നിന്നെടുത്ത ഫോട്ടോസ്റ്റാറ്റ് ലിത്തോഗ്രാഫിക് പ്രിന്റുകളും ഡോക്യുമെന്റുകളുടെ കൗണ്ടർ ഫോയിലും ഒക്കെ എന്താണ്? നമ്മുടെ സെക്കൻഡറി എവിഡൻറ്റുകൾക്ക് ഉദാഹരണമാണ്. മരിച്ചുപോയതോ കാണാതായതോ ആയിട്ടുള്ള ഒരാളുടെ മൊഴി തെളിവായി എടുക്കാമെന്ന് വിശദീകരിക്കുന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? മരിച്ചുപോയതോ കാണാതായതോ ആയിട്ടുള്ള ഒരാളുടെ മൊഴിയെ നമുക്ക് എന്ത് ചെയ്യാം? തെളിവായി കണക്കാക്കാം എന്ന് പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിയമത്തിലെ വകുപ്പ് ഏതെന്നാണ് നമ്മുടെ 91ാമത്തെ ചോദ്യം. ഏതാണ് വകുപ്പ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 32 ആണ് കേട്ടോ. സെക്ഷൻ 32 ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നമുക്ക് 92ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു പ്രതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എത്രത്തോളം തെളിയിക്കപ്പെടേണ്ടതാണ് എന്ന് വിശദീകരിച്ചിട്ടുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ വകുപ്പ് ഏതാണ്? ഒരു പ്രതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എത്രത്തോളം തെളിയിക്കപ്പെടേണ്ടതാണ് എന്ന് വിശദീകരിക്കുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ വകുപ്പ് ഏതെന്നാണ് 92ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 27 ആണ്. ഒരു പ്രതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എത്രത്തോളം തെളിയിക്കപ്പെടേണ്ടതാണ് എന്ന് വിശദീകരിച്ചിട്ടുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ വകുപ്പ് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 27 ആണെന്ന് അറിഞ്ഞിരിക്കുക. സെക്ഷൻ 27 ആണ്. അടുത്ത ചോദ്യം 193ാമത്തെ ചോദ്യമാണ്. വിദേശ നിയമം, സാഹിത്യം, കല, കൈയക്ഷരം തുടങ്ങിയവയെക്കുറിച്ച് നൽകുന്ന തെളിവുകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ വകുപ്പ് ഏതാണ്? വിദേശ നിയമം, സാഹിത്യം, കല, കൈയക്ഷരം തുടങ്ങിയവ നൽകുന്ന തെളിവുകളെപ്പറ്റി പരാമർശിക്കുന്ന എവിഡൻസ് ആക്ടിലെ വകുപ്പ് ഏതെന്നാണ് 93ാമത്തെ ചോദ്യം. അത് സെക്ഷൻ 45 ആണ്. സെക്ഷൻ 45 ആണ്. ഓക്കെ. അടുത്ത ചോദ്യം 94ാമത്തെ ചോദ്യമാണ്. ശരിയായവ കണ്ടെത്തുക. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് 82-ലാണെന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഉപജ്ഞാതാവ് മെക്കാളെ പ്രഭു ആണെന്ന് പറയുന്നുണ്ട്. എവിഡൻസ് ആക്ട് പ്രകാരം സാക്ഷിയായി പരിഗണിക്കപ്പെടുന്ന പ്രായപരിധി 10 വയസ്സാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നറിയാമോ? ഇതിൽ ഒന്ന് മാത്രമാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വന്നത് 1872-ലാണെന്ന് പറയുന്ന പോയിന്റ് മാത്രമാണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്. അടുത്ത പോയിന്റിലേക്ക് കടക്കാൻ നമ്മുടെ 195ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 2ാമത്തെ വകുപ്പും പട്ടികയും നിർത്തലാക്കാൻ കാരണമായ നിയമം ഏതാണ്? നമ്മളിത് നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 2ാമത്തെ വകുപ്പും പട്ടികയും നിർത്തലാക്കാനുള്ള കാരണമായിട്ടുള്ള നിയമം ഏതെന്നാണ് 195ാമത്തെ ചോദ്യം. അത് റിപ്പീലിംഗ് ആക്ട് 1938 ആണ് അല്ലേ? റിപ്പീലിംഗ് ആക്ട് 1938 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? എവിഡൻസ് ആക്ടിലെ 2ാം വകുപ്പും പട്ടികയും നിർത്തലാക്കാനുള്ള കാരണം. 196ാമത്തത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? അപ്പോൾ സെക്ഷൻ 1 എല്ലാവിധ ജുഡീഷ്യൽ നടപടികളും ബാധകമാണെന്ന് പറയുന്നുണ്ട്. 35 സാക്ഷിയെ പരിഗണിക്കാൻ കഴിയാത്തവരുടെ മൊഴി പ്രസക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. 45 പ്രകാരം ഇന്ത്യൻ ആർമിക്ക് കീഴിൽ വരുന്ന കോർട്ട് മാർഷൽ, നേവൽ ഡിസിപ്ലിനറി ആക്ട്, എയർഫോഴ്സ് ആക്ട് എന്നിവയെ പറ്റി പരാമർശിക്കുന്നു. അപ്പോൾ 196ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഏതാണെന്ന് അറിയാമോ? ഇതിൽ ഒന്ന് മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. ഒന്ന് മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ സെക്ഷൻ 1 ജുഡീഷ്യൽ നടപടികൾ അല്ലെങ്കിൽ സെക്ഷൻ 1 എല്ലാവിധ ജുഡീഷ്യൽ നടപടികൾക്കും ബാധകമാണെന്ന് പറയുന്ന പോയിന്റ് സെക്ഷൻ 1 മാത്രമാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 97ാമത്തെ ചോദ്യം. ഇന്ത്യൻ തെളിവ് നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. അപ്പോൾ താഴെ കുറച്ച് പ്രസ്താവനകൾ പറയുന്നുണ്ടല്ലേ. 1-ാം ഭാഗത്തിൽ തെളിവിനെ ബന്ധിപ്പിക്കുന്നു, 2-ാം ഭാഗത്തിൽ വസ്തുതകളുടെ പ്രസക്തി, 3-ാം ഭാഗത്തിൽ തെളിവ് ഹാജരാക്കലും അതിൻ്റെ ബലവും. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? നമുക്കറിയാം, നമ്മൾ തുടക്കത്തിലേ പഠിച്ച കാര്യമാണ്. ഈ പറയുന്നവയിൽ 197ാമത്തെ ചോദ്യത്തിൽ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി 2, 3 മാത്രമാണ് അല്ലേ. 3-ാം ഭാഗത്തിലെ തെളിവ് ഹാജരാക്കലും അതിൻ്റെ ഫലത്തെയും കുറിച്ച് പറയുന്നത് 3-ാമത്തേതിലാണ്. ഓക്കെ. അടുത്ത ചോദ്യം നമുക്ക് 198ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? അപ്പോൾ തെളിവ് പ്രധാനമായും 9 തരംതിരിക്കുന്നുണ്ട്. ഒരു സംഭവം നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്തായിട്ട് പറയുന്നു? റിയൽ എവിഡൻസ് ആയി പറയുന്നു. കോടതിയിൽ മജിസ്ട്രേറ്റോ ജഡ്ജിക്കോ നേരിട്ട് മനസ്സിലാകുന്ന തരത്തിൽ കൊടുക്കുന്ന തെളിവാണ് ഡയറക്റ്റ് എവിഡൻസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് അറിയാമോ? ഒന്ന് മാത്രമാണ് കേട്ടോ. തെളിവിനെ പ്രധാനമായും എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 9 തരംതിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ 1 മാത്രമാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്. ഇതിൽ ഓപ്ഷൻ സി ആണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? തെളിവിനെ പ്രധാനമായും 9 തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത് പറയുന്ന പോയിന്റ് എന്താണ്? 199ാമത്തെ ചോദ്യമാണ്.
മരണപ്പെട്ടതോ കണ്ടെത്താൻ കഴിയാത്തതോ കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ കഴിയാത്തതോ ആയിട്ടുള്ള വ്യക്തികൾ രേഖാമൂലമോ വാക്കാലോ നൽകിയ പ്രസ്താവനകളിലൂടെ അല്ലെങ്കിൽ പ്രസ്താവനകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ വകുപ്പ് ഏതാണ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ കാര്യം, നേരിട്ട് ഹാജരാകാൻ കഴിയും